മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയത് തൻ്റെ അസുഖം ഭേദമാകണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. എങ്കിലും നമുക്കിപ്പോൾ അസുഖമൊന്നുമില്ല. നമ്മൾ വളരെ ജോളിയായിട്ട് വളരെ സന്തോഷത്തിലിരിക്കണം. ഇതിനകത്ത് സ്ഥലമില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം, എവിടെ വേണമെങ്കിലും നിൽക്കാം. ഒരു ചെറിയ റിക്വസ്റ്റ് നേരത്തെ പറഞ്ഞത്, സന്തോഷത്തോടുകൂടി നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് കാലമേ ഉള്ളൂ. ആ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ആ കുറച്ച് കാലം എന്നും ചിരിച്ചും ചിരിപ്പിച്ചും കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഞാൻ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും ഞാൻ പറയില്ല. ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കരയേണ്ടത് ഞാനാണ്. 2 ദിവസം എൻ്റെ കുടുംബം ബോധമില്ലാതെ ട്രീറ്റ്മെൻറ്റ്, അതെല്ലാം കഴിഞ്ഞ് എൻ്റെ മകൻ എൻ്റെ വൈഫിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്നെ ഇവിടെ ഇറക്കി. വൈഫിന് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ അതിൻ്റെ ഭാഗം. ഞാനത് പറയാൻ കാരണം പേഴ്സണൽ കാര്യം നിങ്ങളോട് പറഞ്ഞതല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ 2 വരികൾ, 2 സന്ദേശങ്ങൾ. ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. ആഗമാ പായിനോ അനിത്യ, അല്ലയോ അർജുന, പലതും വരും, പലതും വരും, വന്നതെല്ലാം അതുപോലെ പോകും. ഒന്നും ഈ ലോകത്തിൽ പെർമനന്റ് അല്ല. ഞാനും നിങ്ങളും പെർമനന്റ് അല്ല. ഈ നാരായണീയ സത്രം തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇനി 2 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 3 ദിവസമേ ഉള്ളൂ. അതും പെർമനന്റ് അല്ല. ഇപ്പൊ തിരുമേനി പറയുകയുണ്ടായി, ഏറ്റവും വലിയ ദാനം അന്നദാനമാണ് എന്ന്. നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഗംഭീരമായിട്ട് ഊണ് കഴിച്ചാലും വൈകുന്നേരം പിന്നെയും ഊണ് കഴിക്കണം. അപ്പൊ അന്നദാനവും പെർമനന്റ് അല്ല. ഇപ്പോ ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. പലതും സംഭവിക്കും, അതെല്ലാം ഇങ്ങനെ പോകും. അതിനെയൊക്കെ ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കൂ അർജുന. ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. പോകുന്ന കാര്യങ്ങൾ, പോകാൻ പോകുന്ന കാര്യങ്ങൾ 2 തരത്തിലുള്ളതേ ലോകത്തിലുള്ളൂ. പാസ്റ്റ് ആകാൻ പോകുന്ന കാര്യങ്ങൾ, പാസ്റ്റ് ആയി തീർന്നിരിക്കുന്ന കാര്യങ്ങൾ. ഫ്യൂച്ചർ പ്രസന്റ് ആവും, പ്രസന്റ് എന്നുള്ളത് പാസ്റ്റ് ആവും. എല്ലാം പാസ്റ്റായി തീരും. അതുകൊണ്ട് ആഗമാ പായിനോ അനിത്യ, വരുന്നതും പോകുന്നതും ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞ കൃഷ്ണൻ തന്നെ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. ഗതാസൂന ഗതാസുംശ്ച, പോകുന്ന കാര്യങ്ങൾ, പോകാൻ പോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉള്ള ആ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ സ്മരിക്കുന്ന ഒരു വേദിയാണിത്. ആ വേദിയിൽ ശ്രീകൃഷ്ണനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചിരിയുണ്ടാവണം. 100% കള്ളത്തരം ചെയ്യുന്ന ഓരോ മന്ത്രിമാരുടെയും മുഖത്തുള്ള ചിരിയേക്കാളും അത്ര കള്ളത്തരമൊന്നും നിങ്ങൾ ചെയ്യണില്ലല്ലോ. അപ്പൊ കുറച്ചെങ്കിലും ചിരി ഉണ്ടായിക്കൂടെ? നല്ല രീതിയിൽ
ചിരിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ട്. അതുകൊണ്ട് കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ആ കുറച്ചു കാലം നമ്മളുടെ ജീവിതത്തെ യൂസ്ഫുള്ളാക്കണം, നമ്മുടെ ജീവിതത്തെ പർപ്പസ്ഫുള്ളാക്കണം, നമ്മുടെ ജീവിതത്തെ ഫ്രൂട്ട്ഫുള്ളാക്കണം, നമ്മുടെ ജീവിതത്തെ മീനിങ് ഫുള്ളാക്കണം. 4 ഇംഗ്ലീഷ് വാക്കുകൾ. അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തെല്ലാം ഇവിടെ കേട്ടോ ആ കേട്ടതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തെല്ലാം ഇന്ന് കേട്ടോ ആ കേട്ടതിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അതൊരു യജ്ഞമാക്കണം. നമുക്ക് പള്ളിയിലച്ഛന്മാരെ പോലെ മിഷണറിമാരോ ബിഷപ്പുമാരോ കർദിനാൾമാരോ അങ്ങനെ ആരും പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ധർമ്മ അർത്ഥ കാമ മോക്ഷം. ധർമ്മം, ഓരോ വ്യക്തിക്കും ഒരു ധർമ്മമുണ്ട്. അമ്മയ്ക്ക് മാതൃധർമ്മം, അച്ഛന് പിതൃധർമ്മം, മകന് പുത്രധർമ്മം, മകൾക്ക് പുത്രീധർമ്മം. അങ്ങനെ ഒരു രാഷ്ട്രത്തിലെ പൗരന് പൗരധർമ്മം, മന്ത്രിക്ക് അമാത്യധർമ്മം, രാജാവിന് രാജധർമ്മം. ഈ ധർമ്മങ്ങളുടെ എല്ലാവരുടെയും ധർമ്മങ്ങളുടെയും ആകത്തുകയാണ് സനാതനധർമ്മം. സനാതനധർമ്മം ഈസ് ദ സം ഓഫ് ധർമാസ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. പത്നീധർമ്മം ഭാര്യയുടെ ധർമ്മം, ഭർത്തൃധർമ്മം, ഭഗിനീധർമ്മം സഹോദരിയുടെ ധർമ്മം, ഭ്രാതൃധർമ്മം സഹോദരന്റെ ധർമ്മം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും മകളുടെയും എല്ലാവരുടെയും ധർമ്മം ഒരുമിച്ച് ചേർന്നാൽ ഒരു രാഷ്ട്രം ധർമ്മരാഷ്ട്രമായി, ഒരു സമൂഹം ധാർമ്മികമായ സമൂഹമായി, ഒരു കുടുംബം ധർമ്മബോധമുള്ള കുടുംബമായി, ഒരു വ്യക്തി ധർമ്മബോധമുള്ള വ്യക്തിയായി. അപ്പോൾ വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം. ഈ 4 ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാൽ, അല്ലെങ്കിൽ നിൽക്കാൻ ശ്രമിച്ചാൽ അത് ഉജ്ജ്വലമായി. ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് വളരണം. ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ എത്ര സമ്പത്ത് സാധിക്കുമോ അത് നേടണം. അതാണ് അർത്ഥം. ധർമ്മ അർത്ഥം. ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ചിരിക്കാനും സന്തോഷിക്കാനും നമ്മൾ പഠിക്കണം. ഇന്ന് ചിരിച്ചാൽ, നീ കൂടുതൽ ചിരിച്ചാൽ കരയുന്ന മറ്റുള്ളവർ പറയാ. എന്തിനാ കരയുക? കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ കരയേണ്ടി വരും എന്നല്ലാണ്ട് ചിരിച്ചത് കൊണ്ട് ഒരാൾ കരയേണ്ടി വരുമോ? ഒന്നേ ഉള്ളൂ എങ്കിലും ഒലക്ക കൊണ്ട് തല്ലണമെന്ന് പറഞ്ഞൊന്ന് തല്ലി നോക്കോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരില്ല. അതുകൊണ്ട് പഴയതെല്ലാം ഒന്നും എടുക്കണ്ട. അപ്പം നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കണം. അത് കിണറ്റിലെ വെള്ളം മാതിരിയാണ്. എന്താണ്? ബക്കറ്റ് കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കും തോറും ഊറ്റു വന്നുകൊണ്ടിരിക്കും. ഞാൻ മഴക്കാലത്ത് കിണറ്റിൽ ശേഖരിച്ചു വെച്ച വെള്ളം വേനൽക്കാലത്ത് വരെ ഉപയോഗിക്കാതെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ വേനൽക്കാലം ആവുമ്പോൾ കിണറ്റിലെ വെള്ളം എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഉപയോഗിക്കും തോറും അത് വർദ്ധിച്ചുകൊണ്ട് വരുന്നതാണ് അർത്ഥം. ഇപ്പൊ ധർമ്മ അർത്ഥം. മൂന്നാമത്തേത് കാമം. കാമം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്ക് സെക്സ് ആണെന്നൊരു ധാരണയുണ്ട്. അല്ല, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അശ്വതായി ഗോദായി ധനദായി മഹാധനേ
ധനം മേം ജുഷതാം ദേവി സർവകാമംശ്ച ദേഹിമേം, സർവകാമംശ്ച ദേഹിമേം. പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയ പ്രാർത്ഥനയാ. എനിക്ക് ആന വേണം, കുതിര വേണം, രഥം വേണം, ധനം വേണം. അത് മാത്രമല്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാനുള്ള ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങൾ വേണമെന്ന് പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. ആ ആഗ്രഹങ്ങൾ സബലീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിൽക്കില്ല. ആഗ്രഹങ്ങൾ സബലീകരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ട് പ്രവർത്തിക്കുക. ആഗ്രഹങ്ങൾ സബലീകരിച്ചു കഴിഞ്ഞാൽ നിവർത്തിക്കുക. എന്താ ഇതിന് പറയാ? രണ്ട് വാക്കുകൾ. ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ട് പ്രവർത്തിക്കുക, സബലീകരിച്ചു കഴിഞ്ഞാൽ നിവർത്തിക്കുക. നമ്മൾ മകനെ വളർത്തി വലുതാക്കി, ആ മകനെ വളർത്താൻ വേണ്ടി പ്രവർത്തിച്ചു, മകന് നല്ല ജോലി കിട്ടി, മകന് വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ ഉത്തരവാദിത്വം മകൻ്റേത് ഭാര്യയ്ക്കാണ്, മകളുടേത് ഭർത്താവിന്. അപ്പൊ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിവർത്തിക്കുക, പിന്നെ നമ്മൾ റിട്ടേണിംഗ് ആണ്, തിരിച്ചു വരിക. അതാണ് ധാർമ്മികമായിട്ട് ലോകത്തിൽ ജീവിക്കുക, ധാർമ്മികമായിട്ട് ധനം സമ്പാദിക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, എന്നിട്ട് ധാർമ്മികമായിട്ട് അതിൽ നിന്ന് മോക്ഷം നേടുക. മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹസ്യക്ഷയം മോക്ഷം. ആഗ്രഹങ്ങളില്ല, മോഹസ്യക്ഷയം മോക്ഷം. പിന്നെ ആഗ്രഹങ്ങളില്ല. എന്താണോ തനിക്കൊരു ആഗ്രഹം ഇല്ലേ? ഇനി എന്താ ആഗ്രഹം? മക്കൾ വലുതായി, മക്കളുടെ നിലയിലായി, എനിക്കൊരു വീടുണ്ട്, എനിക്ക് ചെറിയ പെൻഷൻ കിട്ടും, ഇനി എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരവസ്ഥയിൽ നിങ്ങൾ എത്തുമോ എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും എത്താൻ ശ്രമിക്കണം. ആ ആഗ്രഹങ്ങളില്ലാത്ത ഒരവസ്ഥ, അത് ആത്മീയ ദൃഷ്ടിയിലൂടെ അല്ല ഞാൻ പറഞ്ഞത്, ഭൗതിക ദൃഷ്ടിയിലൂടെ. ചിലര്, ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, നമ്മുടെ പാപ്പനംകോട് ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. 5 സെന്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കും, അവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കും, ഇവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. നല്ല പൈസക്കാരനാണ്, നല്ല പൈസക്കാരനാണ്. 10-40 സ്ഥലത്ത് കെട്ടിടവും ഭൂമിയുമുണ്ട്. ഇയാൾ ജീവിക്കണത് മുഴുവനും ഈ ഭൂമി വാങ്ങിക്കാനാണ്. അതുകൊണ്ട് അയാളുടെ ഭാര്യ വഴക്കിട്ട് പോയി, മകള് വഴക്കിട്ട് പോയി. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച രാവിലെ ജോലിക്കാരി ചെന്ന് നോക്കിയപ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു. അത്രയും പ്രോപ്പർട്ടി ആർക്കും എഴുതി വെച്ചിട്ടില്ല, ഒരാളുടെ പേരിലും എഴുതി വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾക്ക് ആരൊക്കെ ഉണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ആരും രജിസ്റ്റർ ഓഫീസിൽ സൈൻ ചെയ്യാനോട്ട് വരികയില്ല. വെറുതെ ചിന്തിച്ച് നോക്കാം. എൻ്റെ വീടിൽ നിന്ന് വളരെ അടുത്തായതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് അറിഞ്ഞ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുകയും കുറേ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുകയും കുറേ കാര്യങ്ങൾ തട്ടിപ്പറിക്കുകയും കുറേ കാര്യങ്ങൾ പറ്റിച്ചെടുക്കുകയും ചെയ്യുന്നതല്ല ജീവിതം. ജീവിതം 10-85 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ധാർമ്മികമായിട്ട് ജീവിക്കണം, ധാർമ്മികമായിട്ട് ധനം സമ്പാദിക്കണം, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങളിൽ നിന്ന് സാവധാനത്തിൽ മോചനം നേടണം. അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത. ഈ ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നൊരവസ്ഥ. അതുകൊണ്ടാണ് ചില സ്വാമിമാർ പറയാറുണ്ട്, അറ്റാച്ച്മെന്റ് പാടില്ല, അറ്റാച്ച്മെന്റ് പാടില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആരും അതനുസരിക്കാറില്ല, അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെട്ടു. അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ? അടുത്ത വരി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്വാമിമാര്, ഭാഗവതം വായിക്കുന്നവരും പലരും അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് വിചാരിക്കാം, അമ്മയ്ക്ക് മക്കളോട് അറ്റാച്ച്മെന്റ് വേണ്ട എന്ന് തീരുമാനിച്ചു അമ്മ എന്ന് വിചാരിക്കാം, മക്കൾക്ക് അമ്മയോടും അച്ഛനോടും അറ്റാച്ച്മെന്റ് വേണ്ടെന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം.
ഈ BSNL അവിടുത്തെ ഡയറക്ടർക്ക് BSNLിലെ എംപ്ലോയീസിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഒരു ഹോട്ടൽ നടത്തുന്ന ആള് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഒരു കമ്പനിയിലെ മാനേജർക്ക് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അറ്റാച്ച്മെന്റ് വേണം, വേണ്ടാത്തത് ബോണ്ടേജാണ്. വാക്കുകൾ തെറ്റി, പലരും ഉപയോഗിക്കുന്ന വാക്കുകൾ തെറ്റാണ്. ബോണ്ടേജ് വേണ്ട. അർത്ഥം എന്താണ്? ബന്ധം വേണം, ബന്ധനം വേണ്ട. ബന്ധനം വേണ്ട. ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞതാ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. കർമ്മബന്ധനഃ, ബന്ധനം. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. ഇത് ഭഗവത്ഗീതയിലെ വരിയാണ്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ നോക്ക, കർമ്മബന്ധനം ഒഴിവാക്കി കർമ്മത്തിൽ ബന്ധമുണ്ടാവണം. ഞാനിവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ഈ പ്രഭാഷണത്തിൽ എനിക്കൊരു ബന്ധമില്ല എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? കസേര കൊണ്ടുവന്നിടേണ്ടി വരില്ല എന്ന് മാത്രമല്ല, ഇട്ട കസേര മാറ്റേണ്ടിയും വരും. എനിക്ക് ഈ പ്രഭാഷണത്തിൽ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൽ ബന്ധമില്ലെങ്കിൽ, ഇപ്പം നമുക്ക് എല്ലാത്തിനോടും ബന്ധം വേണം, ബന്ധനം വേണ്ട. അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് വേണ്ട. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അല്ലാണ്ട് ഞാൻ ഇന്നത്തെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളല്ല. വരും വരായികകളെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ന് കൂടി നോക്കാം. അപ്പൊ ധർമ്മ അർത്ഥ കാമ മോക്ഷം, നമ്മള് ജീവിത ലക്ഷ്യം അതാണ്. പക്ഷെ അതിൻ്റെ 4 വാക്കുകളാണ് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതം പർപ്പസ്ഫുൾ ആയിരിക്കണം. ഒന്ന് മാറ്റി പറയുന്നു, നമ്മുടെ ജീവിതം യൂസ്ഫുൾ ആയിരിക്കണം. ആദ്യം വേണ്ടത് യൂസ്ഫുൾ ആയിരിക്കണം. എൻ്റെ ജീവിതം എനിക്ക് യൂസ്ഫുൾ ആവണം. എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് യൂസ്ഫുൾ ആവണം. എൻ്റെ ജീവിതം എൻ്റെ സംസ്കാരത്തിലുള്ളവർക്ക്, സനാതന ധർമ്മത്തിലുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. എൻ്റെ സമൂഹത്തിലുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. എൻ്റെ രാഷ്ട്രത്തിലുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. ആ ഒരു തീരുമാനം ഇപ്പൊ നിങ്ങൾ എടുക്കണം. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നോ മോക്ഷത്തിലേക്ക് പോകുന്നോ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. മറിച്ച് ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ശരീരത്തിനും മനസ്സിനും, അഥവാ എനിക്ക് പ്രയോജനം ഉണ്ടാവണം. എൻ്റെ ജീവിതം എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം, ഈ ജന്മം തന്ന ജഗദീശ്വരനോട് എനിക്ക് കടപ്പാടുണ്ട്. അത്ര ധന്യമായ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. നമുക്ക് പറയാൻ സാധിക്കണം. മഹാകവി ഉള്ളൂർ പറഞ്ഞതുപോലെ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മൾ നിരന്തരം നരകത്തിൽ ചെന്ന് കിടന്ന് സ്വയം പല തിന്മകളും ചെയ്ത് നമ്മൾ കരയുന്നു. എൻ്റെ അവസ്ഥ ഒന്ന് അറിയോ ഗോപാലകൃഷ്ണൻ സാറിന് എന്ന് ചിലരെന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? മഹാകഷ്ടാണ് കേട്ടോ. മഹാകഷ്ടാണെന്ന് വെച്ചാൽ കഷ്ടമല്ലാതെയാക്കാനും ഈശ്വരൻ സൗകര്യം തന്നിട്ടില്ലേ? നമുക്ക് പ്രവർത്തിച്ചൂടെ? തിന്മകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിലര്, തിന്മകളെ ഇല്ലാതെയാക്കുന്ന വേറെ ചിലര്, തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന മൂന്നാമത്തെ ആൾക്കാർ. നിങ്ങൾ മൂന്നാമത്തെ ആൾക്കാരാവണം. 3 തരത്തിലുള്ള ആൾക്കാരാണ്. those who are talking about negatives, those who are talking about negatives. Second category, those who are converting the negative, those who are solving the negatives. ഒന്ന് talking the negative, 2 solving the negative, 3 and converting negative into positive. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്കറിയാം, അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു വീണില്ലായിരുന്നു എങ്കിൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ഉണ്ടോ? ഇല്ല, ഭഗവത്ഗീത ഇല്ല.
ആ വാൽമീകി മഹർഷി രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിന് അമ്പേറ്റപ്പോൾ ആ പക്ഷി പെടഞ്ഞ് താഴെ വീണ് അത് മരിക്കുന്ന കാഴ്ച വാൽമീകി കണ്ടില്ലായിരുന്നു എങ്കിൽ രാമായണം ഇല്ല. ചത്ത പാമ്പിനെ പരീക്ഷിത്ത് മഹാരാജാവ് ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടില്ലായിരുന്നു എങ്കിൽ ഭാഗവതം ഇല്ല. 11ാമത്തെ വയസ്സിൽ ശ്രീരാമനോട് ദശരഥൻ പറയാണ്, നിന്നെ യുവരാജാവായി വാഴിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന്. അപ്പോ ശ്രീരാമൻ പറഞ്ഞത് എന്താ അറിയോ? ഞാൻ എല്ലാ ദിവസവും നമ്മുടെ പട്ടണത്തില് മഹാനഗരത്തില് ഇങ്ങനെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ മരണം, ദുഃഖം, വേദന, വിശപ്പ്, രോഗം, മരണം, ദുഃഖം, വിശപ്പ്, വേദന, രോഗം, ഇത് മാത്രമേ ഞാൻ ചുറ്റും കാണുന്നുള്ളൂ. അങ്ങനെയുള്ള ആ കാഴ്ചയിൽ എനിക്കൊരു യുവരാജാവോ രാജാവോ ആയിരിക്കാൻ താല്പര്യമില്ല. എനിക്ക് രാജ്യവും വേണ്ട, രാജ്യഭാരവും വേണ്ട എന്ന് പറഞ്ഞ ശ്രീരാമൻ തളർന്നപ്പോൾ ആ ശ്രീരാമനെ കൊണ്ട് ഇല്ല, ഞാൻ രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയിപ്പിച്ചത് വസിഷ്ഠ മഹർഷിയാണ്. ആ വസിഷ്ഠ മഹർഷി ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്തത് 37,000 ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥമാണ്. ഞാൻ ആദ്യം പണ്ട് പറയാറുണ്ടായിരുന്നു 32,000 ശ്ലോകം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, സാറേ 32,000 അല്ല 36,000 പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, ആധികാരികമായിട്ട് ഞാൻ പറയുന്നു 37,000 ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ മുഴുവനും വായിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും ബൃഹത്തായ യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥം ഉണ്ടാവാൻ കാരണം ആരാണ്? ശ്രീരാമൻ തളർന്നത്. എനിക്ക് രാജ്യഭാരം വേണ്ട എന്ന് പറഞ്ഞ് അവതാരമായ ശ്രീരാമൻ തളർന്നത് കൊണ്ടാണ് പച്ച മനുഷ്യനായ വസിഷ്ഠൻ യോഗവാസിഷ്ഠം ഉപദേശിച്ചു കൊടുത്ത് ഇന്ന് നമുക്ക് ആ ഗ്രന്ഥം ഉള്ളത്. അപ്പോ ഈ ലോകത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ. നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. നെഗറ്റീവ് മാത്രം പരിഹരിച്ചു കൊണ്ടിരുന്നാൽ പോരാ, ആ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റാനാണ് ഭാരത പൈതൃകം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതല്ലേ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന. ഒരൊറ്റ ശ്ലോകത്തിൽ എന്ത് ഗംഭീരായിട്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അല്ലയോ അർജുന, കശ്മലമായ, കശ്മലം അങ്ങനെ വാക്ക് വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ആരും. കശ്മലമായ ഈ ചിന്താധാര ഇപ്പോ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത്, അനാര്യജുഷ്ടം അസ്വർഗ്യം, അവർക്ക് സ്വർഗത്തെ തരാത്തത്, അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം, കീർത്തിയെ ഇല്ലാതെയാക്കുന്ന ഈ ധാരണ, ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ തളരുന്നു, ഗാന്ധീവം താഴെ വീഴുന്നു, കൃഷ്ണ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ എന്ന് പറയുന്ന ആ അർജുനന്റെ തളർച്ച, ആ തളർച്ചയെ കൃഷ്ണൻ വളർച്ചയാക്കി മാറ്റി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഭാരതം എന്ന രാഷ്ട്രം. ഭാവ രാഗ താളം ഭാരതം. ഭാവരാഗ താളമുള്ളൊരു രാഷ്ട്രം കഴിഞ്ഞ 10,000 വർഷമായിട്ട് നിലനിൽക്കുന്നു. കാരണം ഈ രാഷ്ട്രം മാത്രമാണ് നെഗറ്റീവ് പരിഹരിച്ചു കൊണ്ടുപോവുകയല്ല ചെയ്തത്, നെഗറ്റീവിനെ പോസിറ്റീവുകളാക്കി മാറ്റിയ രാഷ്ട്രം. അത് ശ്രീകൃഷ്ണന്റെ ജീവിതം മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ആരാധ്യനായ പിണറായി വിജയൻ പറഞ്ഞത്, സഖാവ് കൃഷ്ണപിള്ളയും സഖാവ് AKGയുമാണ് ശ്രീകൃഷ്ണനെ ശ്രീകോവിലിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന്. എന്തൊരു മാറ്റല്ലേ! തിരുമേനിയൊന്നും അല്ല പറഞ്ഞേ,
പിണറായി വിജയനാ പറഞ്ഞത് ശ്രീകൃഷ്ണൻ ഇപ്പം അകത്തല്ല പുറത്താ, കാരണം പുറത്തെ കാര്യങ്ങൾ നോക്കുകയാണ് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ ആ മാറ്റം 51.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നതെന്ന് നോക്കാം. അപ്പോ നമ്മളിനി പഠിക്കാൻ പോകുന്നത് കുറച്ച് കട്ടിയുള്ള വിഷയം, ഭാരതീയ ശാസ്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ അതെങ്ങനെയാണ്. വളരെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാം, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോകാവൂ. 3 പേര് കോട്ടുവായി വിട്ടാൽ അതിൻ്റെ കട്ടി കുറയ്ക്കും. മനസ്സിലായി? 2 പേര് വാച്ച് നോക്കിയാലും കട്ടി കുറയ്ക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ശാസ്ത്രം എവിടെയാണുള്ളത്? ശാസ്ത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ 3 തരത്തിലുള്ള അറിവുകളാണ് ഭാരതത്തിലുള്ളത്. 3 തരത്തിലുള്ള അറിവുകൾ ഭാരതത്തിലുണ്ട്. ഒന്ന് പുരാണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ. ഇപ്പോൾ ഉപനിഷത്തുക്കളും വേദങ്ങളും രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ഇതെല്ലാം ശരിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ഗ്രന്ഥങ്ങളാണ്. ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? പുരാണങ്ങൾ ലോവർ ലെവലിലുള്ളത്, അതിൻ്റെ മുകളിൽ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം, അതിൻ്റെ മുകളിൽ 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം, അതിൻ്റെ മുകളിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അതിൻ്റെ മുകളിൽ 108 ഉപനിഷത്തുക്കൾ. ഇതാണ് സാമാന്യമായ രീതിയിൽ ഭാരതീയ ആത്മീയ ഗ്രന്ഥങ്ങൾ, മിത്തോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്രിസ്ത്യൻ മുസ്ലിം ഗ്രന്ഥങ്ങളിൽ പറയുന്ന മിത്തോളജി നമ്മുടെ ഇന്ത്യയിലില്ല. എങ്കിലും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ എഴുതിയത് നമ്മുടെ നാട്ടിലുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ഒരു ഗ്രന്ഥമല്ല, ഓർമ്മിക്കുക, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അത് എഴുതിയത് ആയിരക്കണക്കിന് ആചാര്യന്മാരാണ്, ഒരാളല്ല, 1 ഡസൻ ആൾക്കാരുമല്ല. ഈ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാം, ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളും ഒരു വലിയ ഫീലിംഗ്, ഒരു അതിശയോക്തി കലർന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. വസ്തുതാപരമായിട്ട് ഫാക്ച്വലായിട്ടാണ് പറയുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടാവാൻ കാരണം ഒരു ഗ്രന്ഥത്തിലൂടെ അല്ലെങ്കിൽ കുറച്ച് ഗ്രന്ഥങ്ങളിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. ഒരു ഗ്രന്ഥത്തിലൂടെയോ 1 ഡസൻ ഗ്രന്ഥത്തിലൂടെയോ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം കൊടുക്കാൻ സാധിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി. ഒരാള് അല്ലെങ്കിൽ 1 ഡസൻ ആചാര്യന്മാർ വിചാരിച്ചാലും എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാലം മാറുന്നതിനനുസരിച്ച് ഗ്രന്ഥങ്ങളിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തണം. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഗ്രന്ഥങ്ങളിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് മുമ്പോട്ട് പോകണം. അങ്ങനെയുള്ള ഭാരതീയ പൈതൃകത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കഥകളിലൂടെ, പുരാണങ്ങളിലൂടെ അറിയിക്കുന്നു. കഥകളുള്ള പുരാണങ്ങളിലൂടെ അറിയിക്കുന്നു. അവിടെ എവിടെയാ സയൻസ് ഉള്ളത്? യഥാർത്ഥത്തിൽ പുരാണങ്ങളിൽ വലുതായിട്ട് സയൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പുരാണങ്ങളുടെ ലക്ഷ്യം എന്താണ്? ജീവിത സന്ദേശം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുപയോഗിച്ച വഴിയാണ് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അപ്പൊ കഥകളില് സയൻസ് വേണമെന്ന നിർബന്ധമില്ല, പുരാണങ്ങളില് സയൻസ് ഇല്ല. മഹാഭാരതത്തിലേക്ക് കയറിയാലോ അസാധാരണമാം വിധത്തില് മനഃശാസ്ത്രമുണ്ട്. സൈക്കോളജി എന്ന ശാസ്ത്രം, മഹാഭാരതത്തിലുള്ള അത്രയും സൈക്കോളജി
ലോകത്തിലെ ഒരു ഗ്രന്ഥത്തിലും ഇല്ല. മഹാഭാരതത്തിലുള്ള അത്രയും സൈക്കോളജി ലോകത്തിലെ ഒരു ഗ്രന്ഥത്തിലും ഇല്ല. മാത്രമല്ല, മഹാഭാരതത്തിൽ 3 കാര്യങ്ങളുണ്ട്. മഹാഭാരതത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1,25,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് എങ്കിൽ NBS പബ്ലിഷ് ചെയ്തതിലാണ് 1,25,000 ശ്ലോകങ്ങൾ. ചിലപ്പോൾ ചിലർ നമ്പറിൽ വ്യത്യാസം പറഞ്ഞേക്കാം. മിനിഞ്ഞാന്ന് ഈ സമയത്ത് ഞാൻ സിംഗപ്പൂരിൽ ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, സാറേ 1,25,000 ശ്ലോകമല്ല, 89,000 ശ്ലോകമേ ഉള്ളൂ മഹാഭാരതത്തിൽ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലരുടെ നമ്പർ പ്രകാരം ഈ വരികളുടെ എണ്ണത്തിൽ വ്യത്യാസം. അതൊന്നും നമ്മളെ ബാധിക്കണില്ല. എത്ര വരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നമുക്കൊരു കുഴപ്പമില്ല. 89,000 എനിക്ക് 89,000 കിടക്കട്ടെ. അല്ല 100,000 ഉണ്ട് സാറേ, ശരി ആയിക്കോട്ടെ, നിങ്ങൾ കുഴപ്പമില്ലല്ലോ. 100,000 200,000 1,25,000 അല്ല, 1.5 ലക്ഷം ഉണ്ട്. ശരി, 1.5 ലക്ഷം. അതിൽ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ നമ്പറിൽ കയറി പിടിച്ചു വാദിക്കാനും ജയിക്കാനും ഒന്നും ശ്രമിക്കരുത്. നമ്മളുടെ ലക്ഷ്യം മഹാഭാരതത്തിലെ കണ്ടന്റാണ്. വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയത്. സാറ് വിശ്വസിക്കണ്ടോ? വിശ്വസിച്ചാൽ എന്താ, വിശ്വസിച്ചില്ലെങ്കിൽ എന്താ? മഹാഭാരതം ഉണ്ട് അവിടെ. അതുപോലെ ആരെഴുതിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ 60,000 ശ്ലോകങ്ങൾ പട്ട കഥകൾ. അതായത് മുയലിൻ്റെയും ആമയുടെയും സിംഹത്തിൻ്റെയും അതുപോലെ തന്നെ മൂങ്ങയുടെയും കാക്കയുടെയും കീരിയുടെയും കഥകളാണ്. ആ കഥകളെല്ലാം ഇന്ന് MBA സിലബസിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ മാർച്ചിലാണ് MBA പാസ്സായത്. 7ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MBA പാസ്സായത്. അപ്പോൾ ഞങ്ങൾ IIT ബോംബെയിലായിരുന്നു ഞങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ്. ഒരു കോണ്ടാക്ട് ക്ലാസ് IIT ബോംബെയിൽ, മറ്റൊരു കോണ്ടാക്ട് ക്ലാസ് IBS സെൻറ്റർ ശങ്കർപള്ളി ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ ഈ 7 ദിവസം കോണ്ടാക്ട് ക്ലാസ്സിലും ഞങ്ങളെ പഠിപ്പിച്ചത് മുഴുവനും കഥകളാണ്. അപ്പോൾ മഹാഭാരതത്തിലെ കഥകൾ എന്ന് പറയുന്നത് അത് വെറും പൊട്ടക്കഥയല്ല. ജീവിതത്തെ എങ്ങനെ നേരിടണം, ബിസിനസ് എങ്ങനെ ചെയ്യണം, നെഗറ്റീവുകളെ എങ്ങനെ പോസിറ്റീവുകളാക്കി മാറ്റണം, വരുന്ന വ്യക്തികളെ ചവിട്ടി പുറത്താക്കണതിന് പകരം എങ്ങനെ അടിച്ചകത്താക്കണം, ഇങ്ങനെയാണ്. എഫിഷ്യൻസി അല്ല വേണ്ടത്, എഫക്റ്റീവ്നെസ് ആണ് വേണ്ടത്. എഫിഷ്യൻസി അല്ല, എഫക്റ്റീവ്നെസ് ആണ് വേണ്ടത്. മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ പോലെ ആയാൽ പോരാ. ബീയിങ് ഡിഫറൻറ്റ്. നിങ്ങൾ വേറെ ആൾക്കാരായിരിക്കണം. അയാൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കും, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും. അതൊന്നുമല്ല. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസമുള്ളവരായിരിക്കണം. അതാണ്. നിങ്ങൾ എന്തെല്ലാം എഫർട്ട് എടുത്താലും അതൊന്നും ആരും നോക്കാൻ പോണില്ല. റിസൾട്ട് എന്താണ്? എഫർട്ട്, റിസൾട്ട്, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ബീയിങ് ഡിഫറൻറ്റ്, ഇങ്ങനെയുള്ള MBAയുടെ വാക്കുകൾ മുഴുവനും പഠിപ്പിച്ചത് ഈ മഹാഭാരതത്തിലെ കഥകളിലൂടെയാണ്. അപ്പം ആലോചിച്ച് നോക്കാം. കഥകളെന്ന് കേട്ടാൽ നമ്മളുടെ ധാരണ ഇതൊക്കെ മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കും ഒക്കെ പോകാനുള്ളതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയും, ഇവിടെ നിന്ന് നോക്കിയാൽ തിരുമേനിയോട് ചോദിച്ചാൽ അറിയാം, നിങ്ങൾ ഒറ്റയാൾ സ്വർഗത്തിൽ പോവില്ല. മുഖം കണ്ടറിയാം, ഒറ്റയാൾ പോവില്ല. 2ാമത്തെ ലെവലിൽ എത്തിയിട്ടേ ഉള്ളൂ. 2ാമത്തെ ലെവലിലാണ് നിങ്ങളുടെ ആത്മാവ് ഇപ്പം ഇരിക്കണേ. ഇനി 3, 4, 5, 6 6ാമത്തെ ലെവൽ കഴിയുമ്പോഴാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ. മലയാളത്തിലെ വരിയാണ്, മലയാളികളായ സ്ഥിതിക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഓർമ്മിക്കുക, 6ാമത്തെ പടി കഴിയുമ്പോഴാണ് ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്ന പരമമായ മോക്ഷം. ഇതാര് പറഞ്ഞറിയോ? കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ബ്രയൻ വൈസ്. നല്ല പുസ്തകം, നിങ്ങളൊന്ന് വായിക്കണം. DC ബുക്സിൽ മലയാളം വിവർത്തനം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്. മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്. നല്ല പുസ്തകം, ഇംഗ്ലീഷിൽ. അതിന് മലയാളം തരാൻ പറഞ്ഞാൽ തരും.
അതുപോലെ സെയിം സോൾ മെനി ബോഡീസ്, ഒരു ആത്മാവ് പല 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 ശരീരങ്ങൾ. അദ്ദേഹം നല്ല സയന്റിസ്റ്റാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? നമ്മൾ ഈ മഹാഭാരതത്തിലെ കഥകൾ കേൾക്കുന്നത് അത് ലിസണിങ് മാത്രമല്ല, ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ്. ആ കഥകളിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ച് ജീവിതത്തിൽ നമ്മൾ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും വളർന്നില്ല എങ്കിൽ ആ മഹാഭാരതമോ നാരായണീയമോ ഭാഗവതമോ എന്ത് കേട്ടാലും ഒരു പ്രയോജനമില്ല. ഞാനത് ഉറപ്പിച്ച് പറയുന്നു. നിങ്ങളിത് കേട്ടത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ല എന്ന് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡാക്കി മാറ്റി, ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡാക്കി മാറ്റി, ഗുഡ് മൈൻഡിനെ ഗുഡ് തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോഴ്സാക്കണം. ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, ഗുഡ് മൈൻഡിൽ നിന്ന് ഗുഡ് തോട്ട്സ്, ഗുഡ് തോട്ട്സിൽ നിന്ന് ഗുഡ് ആക്ഷൻ, ഗുഡ് ആക്ഷനിൽ നിന്ന് ഗുഡ് റിസൾട്ട്, ഗുഡ് റിസൾട്ടിൽ നിന്ന് ഗുഡ് റിവാർഡ്. അപ്പൊ ഗുഡ് മൈൻഡ്, ഗുഡ് തോട്ട്സ്, ഗുഡ് ആക്ഷൻ, ഗുഡ് റിസൾട്ട്, ഗുഡ് റിവാർഡ്. ഇതിനെ ഞാൻ പച്ച മലയാളത്തിൽ പറയട്ടെ. മലപ്പുറം മലയാളം അല്ല, പച്ച മലയാളം എന്ന് പറയുമ്പോൾ ഗുഡ് മൈൻഡ് സന്മനസ്, ഗുഡ് തോട്ട്സ് സത്ചിന്തകൾ, ഗുഡ് ആക്ഷൻ സത്കർമ്മങ്ങൾ, ഗുഡ് റിസൾട്ട് സത്കർമ്മ ഫലങ്ങൾ, ഗുഡ് റിവാർഡ് സത്കർമ്മ പ്രതിഫലം. സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, സത്കർമ്മ ഫലങ്ങൾ, സത്കർമ്മ പ്രതിഫലങ്ങൾ. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. ദുർമനസ്, ദുഷ്ചിന്തകൾ, ദുഷ്കർമ്മം അഥവാ പാപകർമ്മം, പാപം, നരകം. അപ്പൊ നരകത്തെ സ്വർഗമാക്കാൻ മാറ്റം വരേണ്ടത് എവിടെയാണ്? മനസ്സിൽ. ആ മനസ്സിൽ മാറ്റം വരാനാണ് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും കേൾക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? ചാലക്കുടിയിലെ MP ചോദിക്കണ മാതിരി. ചാലക്കുടിയിലെ MP ആരാന്നറിയോ? ഇന്നസെന്റ്. നല്ല മനുഷ്യനാ, തറക്കേടില്ല. അപ്പോ അത് അങ്ങനെയാണോ പുരാണം കേൾക്കുക? എന്തായാലും ഇപ്പൊ ഇരിക്കുന്നവർ നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. അത്രയും സംതൃപ്തിയുണ്ട്. അപ്പോൾ പുരാണങ്ങളിലെ കഥകൾ കേൾക്കുന്നത്, കഥകൾ കേട്ടിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നലെ വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തിന്മകളെ അസതോമാ സദ്ഗമയ തമസോമാ മൃത്യോർമാ അമൃതം ഗമയ. ആ തിന്മയിൽ നിന്ന് മനസ്സിനെ നന്മയിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നമ്മുടെ മനസ്സിനെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ പുരാണത്തിലെ കഥകൾ അത് കേട്ടതുകൊണ്ട് സാധിച്ചാൽ മാത്രമേ നമ്മുടെ നരകത്തെ സ്വർഗമാക്കാൻ പറ്റുള്ളൂ. ഒരു തിരുമേനി ശ്രീവല്ലഭ തിരുവല്ല ക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്നോട് പറയേണ്ടേ, ഗോപാലകൃഷ 327 ഭാഗവത സപ്താഹം വായിക്കുകയാണ് ഞാൻ. അദ്ദേഹം പറയാ, ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെയും പറഞ്ഞു, ഗോപാലകൃഷ 327 ഭാഗവത സപ്താഹമാണ് ഇത്. അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, ഗോപാലകൃഷ ഇത് 327 ഭാഗവത സപ്താഹം. ഞാൻ വെറുതെ ചോദിച്ചു, തിരുമേനി 327 ഭാഗവത സപ്താഹം നടത്തിയിട്ട് എന്ത് മാറ്റം ഉണ്ടായി? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനീ 327 പ്രാവശ്യം വായിച്ചു? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭാഗവതം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ താടി വേദവ്യാസനെ പോലെ വളർന്നു. ഞാൻ വെറുതെ നോക്കി ചിരിച്ചില്ല. എന്നിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ കേട്ടു, എൻ്റെ തലയിൽ ജട, അതും ഒരു ഋഷിവര്യനെ പോലെ. ഈ ഭാഗവതം വായിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, തിരുമേനി താടി വളർന്നു എന്ന് പറഞ്ഞാൽ പോരെ, വേദവ്യാസനെ പോലെ വളർന്നു എന്ന് പറയാൻ അങ്ങ് വേദവ്യാസനെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ അതിപ്പോൾ ഷേവ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ആരുടെയും താടി വളരില്ലേ? ആണത്വം പോലും വേണമെന്നില്ല, ആണായാൽ മതി. ആണിന് താടി വളരാൻ ഷേവ് ചെയ്യാണ്ടിരുന്നാൽ മതി. പിന്നെ കുളിക്കാണ്ടിരുന്നാൽ ജഡയും വളരും. അതിന് ഭാഗവതം വായിക്കണം എന്തിനാ?
അപ്പൊ അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്ന് പറഞ്ഞു, അല്ല ഗോപാലകൃഷ്ണ, എൻ്റെ മനസ്സിൽ കുറേ മാറ്റം ഉണ്ടായി. ശരി സ്വാമി, ശരി തിരുമേനി, ഈ മാറ്റം കേൾക്കുന്നവരിലും ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ ഭാഗവതം വായിക്കാം. അല്ലാതെ 350ഓളം അധ്യായങ്ങൾ 7 ദിവസം വായിച്ചിട്ട് ആര് കേൾക്കാനില്ല, വായിക്കുന്ന ആൾക്കും അറിഞ്ഞുകൂടാ, കേൾക്കുന്ന ആൾക്കും അറിയാത്ത ഭാഗവതം വായിക്കല്ലേ തിരുമേനി, ചുമ്മാ റെസ്റ്റ് എടുത്താൽ ഇതിനേക്കാളും പുണ്യം കിട്ടും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഞാൻ ആരെയും കളിയാക്കിയതല്ല. ഇപ്പോൾ 1250 ഭാഗവതം വായിക്കുന്നവർ കേരളത്തിലുണ്ട്. അതിൽ 25 പേർക്ക് ഭാഗവതം വായിക്കാൻ അറിയുള്ളൂ. 25 പേർക്ക് ഭാഗവതം എന്താണെന്ന് അറിയുള്ളൂ. ഉറപ്പിച്ച് ഞാൻ പറയാം, 3 പ്രാവശ്യം ഭാഗവതം പൂർണ്ണമായിട്ട് വായിച്ച് അതിൻ്റെ അബ്സ്ട്രാക്റ്റ് എഴുതിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാഗവതം വായിക്കുന്നതിൻ്റെ സന്ദേശമല്ല ഇപ്പൊ കൊടുക്കുന്നത്. ഭാഗവതത്തിന്റെ സന്ദേശം എന്താണെന്നുണ്ട്. കഥായി മാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം. 2 ലക്ഷ്യമാണ് ഭാഗവതത്തിനുള്ളത്. വിജ്ഞാനം, സയന്റിഫിക് ടെമ്പർ, ലോകത്തിൽ ഒരാചാര്യനും പറയാത്ത ലക്ഷ്യമാണ് പുരാണങ്ങൾക്കുള്ളത്. ശാസ്ത്രാവബോധം, വിജ്ഞാനം, സയന്റിഫിക് ടെമ്പർ, വൈരാഗ്യം, ബോണ്ടേജ് ഇല്ലാത്ത മാനസികാവസ്ഥ. ഇതിനു വേണ്ടിയാ ഭാഗവതം എഴുതി, ഇതിനു വേണ്ടിയാണ് ഭാഗവതം. അപ്പൊ പുരാണങ്ങള് മനസ്സിനെ നിർമ്മലമാക്കാൻ. അടുത്ത സ്റ്റെപ്പ്, മഹാഭാരതത്തില് നല്ല മാനേജ്മെന്റ് ഗ്രന്ഥാണ് മഹാഭാരതം. അതിലെ 60,000 ശ്ലോകങ്ങൾ കഥകളിലൂടെ ജീവിതത്തിൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്നു. പിന്നെ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ മാനേജ്മെന്റ് പഠിപ്പിക്കുന്നു. രാമായണത്തിലേക്ക് കയറിയാൽ അതിനകത്ത് എന്താ ഉള്ളത്? നിങ്ങൾ രാമായണം ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് സയൻസ് ഇല്ല. സയൻസ് വിമാനമുണ്ട്, പുഷ്പക വിമാനമുണ്ട്, അതൊന്നും തൽക്കാലം വിശ്വസിക്കാൻ പോവണ്ട. വിമാനം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, നമുക്കെന്താ കുഴപ്പം? വിമാനം ഇല്ല, ആരോ എഴുതി വെച്ചത്, ശരി ആയിക്കോട്ടെ, എഴുതി വെച്ചോട്ടെ. അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. രാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവചരിത്രമാണ് രാമായണം. 20 വ്യക്തികൾ രാമനുമായി ബന്ധപ്പെട്ട ദശരഥൻ, കൈകേയി, കൗസല്യ, സുമിത്ര, മന്ദര, വസിഷ്ഠൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഊർമിള. പിന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ വസിഷ്ഠൻ ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇവിടെ വന്ന ബാലി, സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവാൻ, താര. നേരെ തെക്കേ അറ്റത്തേക്ക് വന്നാൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, മണ്ഡോദരി, ജടായു, ശബരി, പ്ലസ് ലാസ്റ്റ് നമ്മൾ അഹല്യ. ഇത്ര വ്യക്തികളുടെ അനുഭവങ്ങളുടെ വിവരണമാണ് രാമായണം. ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു വരി പറയട്ടെ, കേട്ട ഉടനെ മറന്നേക്കണം, വെച്ചോണ്ടിരിക്കരുത്. വാൽമീകി രാമായണം ഒരു ആത്മീയ ഗ്രന്ഥമല്ല, അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണം ആത്മീയ ഗ്രന്ഥമാണ്. വാൽമീകി രാമായണം ജീവചരിത്രമാണ്, ഇതിഹാസം. ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ, ചരിത്രം. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചരിത്രം. മഹാഭാരതം ഇതിഹാസമാണ്, ചരിത്രമാണ്. നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും മുഴുവനും ആത്മീയത കലർത്തി മഹാഭാരതം വായിച്ചോ. ഈ മഹാഭാരതം വായിക്കേ, അത് വീട്ടിൽ വെക്കരുത്. പിന്നെ അത് എവിടെ വെച്ചാൽ കാട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയും നമ്മൾ ആർക്കോ പണയപ്പെടുത്തിയിരിക്കുന്നു. ആർക്കോ പണയപ്പെടുത്തുകയാണ്. നമ്മൾ പലരോടും ചോദിക്കുക ഈ ചോദ്യം. ആരുടെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈ പ്രശ്നം വെക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. പ്രശ്നം വെക്കുന്ന ആൾക്ക് മലയാളത്തിലെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? പ്രശ്നക്കാരൻ. ഞാനിട്ട പേരൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരു പേരും ആർക്കും ഇട്ടിട്ടില്ല. അതായത് നിങ്ങളുടെ ചെറിയ പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെ വലിയൊരു പ്രശ്നം വെച്ച് തരും. ഈ ബോർഡിൽ ഒരു വര വരച്ചിട്ട് ഇത് മുറിക്കാതെ ചെറുതാക്കാൻ എളുപ്പ വഴി എന്താ? അപ്പുറത്ത് വലിയൊരു വര വരയ്ക്കുക. അപ്പൊ പ്രശ്നക്കാരൻ നിങ്ങൾക്കൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറിയ പ്രശ്നം പോയി. പിന്നെ ആ പ്രശ്നമില്ല, വലിയ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് ചേരും. ഞാനിത് തെറ്റായിട്ട് പറഞ്ഞതല്ല, അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പ്രശ്നം വെക്കലും ജ്യോതിഷത്തിനും എല്ലാത്തിനും നന്മയുടെ വശമുണ്ട്. പക്ഷേ നമ്മളുടെ തല നമ്മൾ മുഴുവനും ആർക്കോ അടിയറ വെച്ചിരിക്കുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കാം. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ പാദം അല്ലെങ്കിൽ ശേഷം കാലക്രമേണ ച. ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് ഇന്ന് കേൾക്കാൻ വന്നിരിക്കുന്നവര് ഇതിന്റെ അർത്ഥം, ഈ വരിയുടെ അർത്ഥം ധർമ്മശാസ്ത്രത്തിലെ വരിയാണത്. ആചാര്യന്മാര് പറയുന്നതിൽ നിന്ന് കാൽഭാഗം എടുത്താൽ മതി. ഇത് ഗോപാലകൃഷ്ണൻ എഴുതിയതല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും എഴുതിയതല്ല. 2500 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്ലൂരല് ധർമ്മശാസ്ത്ര ഗ്രന്ഥം ഒന്നല്ല, അനവധി ഗ്രന്ഥങ്ങളിൽ പറയുന്നു ആചാര്യനിൽ നിന്ന് കാൽഭാഗം എടുക്കുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആചാര്യനിൽ നിന്ന് കാൽഭാഗമേ എടുക്കാവൂ. ആചാര്യന് കാൽഭാഗമേ തരാൻ സാധിക്കുള്ളൂ. പാദം ശിഷ്യസ്വമേധയാ, കാൽഭാഗം ശിഷ്യൻ തന്നെത്താനെ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. ഗോപാലകൃഷ്ണനോട് ചോദിച്ച അതേ ചോദ്യം അപ്പുറത്ത് തിരുമേനിയോട് ചോദിച്ചു. എന്നിട്ട് തിരുമേനിയോടും എന്നോടും ചോദിച്ചത് കുറച്ചു മുമ്പ് വളരെ ഭംഗിയായിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്തിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ? അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു സ്വാമിയെ കാണും, അങ്ങേരുടെ കാല് പോയി തൊടും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കാല് തൊട്ട് വന്നിക്കല്ലേ. എന്തിനാ? അമ്മയുടെ കാല് തൊട്ട്, അച്ഛൻ്റെ കാല് തൊട്ട്, ഒരു ആചാര്യൻ്റെ കാല് തൊട്ട്, ബാക്കി ഒരാളുടെയും ശരീരം തൊട്ട് വന്നിക്കല്ലേ. ഇതെന്റെ നിയമമല്ല. മാതൃദേവോ ഭവ സിംഗുലറാണ്, പിതൃദേവോ ഭവ സിംഗുലർ, ആചാര്യദേവോ ഭവ സിംഗുലർ. അർത്ഥം മനസ്സിലായി? സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരാൾ. ഞാൻ ചെറുകോൽപ്പുഴയിൽ പോയപ്പോൾ അവിടെ ഒരു സ്വാമിയുടെ ശിഷ്യൻ അനൗൺസ് ചെയ്യുന്നു, ഈ സ്വാമി 3 മണി തൊട്ട് 5 മണി വരെ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് പാദ നമസ്കാരം ചെയ്യാം. എനിക്ക് വിഷമം തോന്നി. നമ്മൾ ആരാധിക്കുന്നൊരു സ്വാമിയാണ്. ഞാൻ പേര് പറയുന്നത് 100% തെറ്റ്. ശരീരം തൊട്ട് വന്നിക്കല്ലേ. കാലിൻ്റെ മുമ്പിൽ തൊടണമെന്നുണ്ടെങ്കിൽ തൊട്ടാൽ മതി, അല്ലെങ്കിൽ തൊഴുതാൻ പോരെ. എന്തിനാ നമ്മൾ പോയി കാല് തൊടാൻ പോകുന്നത്? ശരീരം തൊട്ടുള്ള വന്ദനം എന്തിനാ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ആചാര്യനിൽ നിന്ന് കാൽഭാഗം, തന്നെത്താനെ കാൽഭാഗം, പാദം സ ബ്രഹ്മചാരിഭ്യ, മറ്റുള്ളവരുമായിട്ട് അറിവുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് കാൽഭാഗം, ശേഷം കാലക്രമേണ ച. അർത്ഥം എന്താ മനസ്സിലായി? ശേഷം കാലക്രമേണ ച, അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ. അപ്പോൾ നമ്മൾ പുരാണങ്ങൾ പഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല, മഹാഭാരതം വായിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല, അതേപോലെ തന്നെ രാമായണം വായിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനല്ല, മറിച്ച് മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോയി, ചിന്തകളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോയി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോയി. പിന്നെ പ്രവൃത്തിയുടെ ബലവും പ്രതിഫലവും തന്നെത്താനെ നന്മയാവും. നല്ല പ്രവൃത്തിയാണെങ്കിൽ റിസൾട്ട് എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കാം. ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും വായിക്കുമ്പോഴും, മഹാഭാരതം വായിക്കുമ്പോഴും, വാൽമീകി രാമായണം വായിക്കുമ്പോഴും, വേദങ്ങൾ വായിക്കുമ്പോഴും, വേദത്തിൽ എന്താ സയൻസ് ഉള്ളത്? നല്ല മന്ത്രം നിങ്ങൾ കേൾക്കുന്നു എന്ന് വിചാരിക്കാം. നാഭ്യാമാസീത യദന്തരിക്ഷം ശീർഷ്ണോർഭ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിം ദിശസ്തോത്രാദ തഥാ ലോകാന കൽപ്പയന്ന സപ്താസ്യാസൻ പരിധയത്രി സപ്തസമിതകൃതാഃ ദേവായജ്ഞം ധന്വാനാപത്രൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാസന്ന ദേഹനാഗം മഹീമാനസജന്തയത്ര പൂർവേ സാധ്യാസന്തി ദേവാഃ. ഋഗ്വേദത്തിലെ മന്ത്രം.
അത് യജുർവേദത്തിലേക്ക് കടന്നു എന്ന് വിചാരിക്കാം. നമസ്തേ രുദ്രമന്യവൗതോദൈഷവേ നമഃ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ യാ തൈഷു ശിവതമാ ശിവം ബഭൂവതേതനോം ശിവാ ശരവ്യാ യാ തവതയാനോ രുദ്രമൃഡയാ യാ തേ രുദ്ര ശിവാതനൂരഘോരാപാപകാശിനീ തയാനസ്തനോ ഭാ ഛന്ദമയാ ഗിരിശന്ദാഭിജാകശീഹേ യാമിഷം ഗിരിചന്ദ്രഹസ്തേ വിവർഷ്യസ്തവേ ശിവാം ഗിരിത്രതാം ഗുരുമാഹിയും ശ്രീ പുരുഷം ജഗത് ശിവേന വചസാ ത്വാ ഗിരിശാച്ഛാവതാമസി. ഒന്നും മനസ്സിലായില്ലല്ലോ, ഒന്നും മനസ്സിലായില്ല. പക്ഷേ നിങ്ങളിവിടെ ഇരിക്കുന്നത് ഭയങ്കര ടെൻഷനിലാണെന്ന് വിചാരിക്കാം, ഹൈ BP യിലാണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കാം. ഇത് ഒരു 15 മിനിറ്റ് വേദമന്ത്രം കേട്ടാൽ നിങ്ങളുടെ ശരീരം പെർഫെക്റ്റ് ആകും. അർത്ഥം മനസ്സിലായിട്ടില്ല. ആ മന്ത്രത്തിന് ആത്മീയമായിട്ടുള്ള ഇമ്പാക്റ്റ് അല്ല, ശ്രുതിയുടെ ഇമ്പാക്റ്റ്. അർത്ഥം മനസ്സിലായി? ആ ശബ്ദത്തിൻ്റെ ഇമ്പാക്റ്റ്. അത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു. സായി സേവാ സമിതി പ്രവർത്തകർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യസായി ബാബയുടെ ഇപ്പോൾ സായിബാബ പറഞ്ഞതനുസരിച്ച് ആയിരക്കണക്കിന് വ്യക്തികൾ വേദം പഠിക്കുന്നുണ്ട്. നിങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. സായി സേവാ സമിതിയിൽ സായിബാബയുടെ ആരാധകരാണോ അല്ലയോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ വേദം പഠിക്കും. അവരുടെ കൂട്ടത്തിൽ പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് 5 വേദത്തിൻ്റെ CD ഉണ്ട്. ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം. വണ്ടി ഓടിക്കുമ്പോൾ അത് കേൾക്കണം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ കേൾക്കണം. 2011 ജൂലൈ മാസം 9-ാം തീയതി ഞാൻ നാസായിൽ പോയിരുന്നു. അമേരിക്കൻ റോക്കറ്റ് ലോഞ്ചിങ് നാസായിൽ. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഈ വേദമന്ത്രം കേട്ടുകൊണ്ടാണ് വർക്ക് ചെയ്യണത്. ഇത് ഞാൻ കേട്ടതല്ല, കണ്ടതാണ്. അപ്പോൾ വേദത്തിനകത്ത് എന്താ സയൻസ്? ഒന്ന്, അതിനകത്ത് സയൻസ് ഉണ്ട്. ആ വിവരണത്തിൽ സയൻസ് ഉണ്ട്. 2, ആ മന്ത്രത്തിൻ്റെ ശബ്ദം തന്നെ ശരീരത്തെ അടിമുടി മാറ്റാൻ കഴിവുള്ളതാണ്. കൂടാതെ വേദിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം അതിനകത്തുണ്ട്. വേദിക് മാനേജ്മെന്റ്. സംഗച്ഛധ്വം സംവാദധ്വം സംവോമനാം ജാനതാ. സംഗച്ഛധ്വം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. വലിയൊരു സന്ദേശം. ഈ സത്യം പരം ധീമഹി എന്ന് ഭാഗവത സത്രവേദിയിൽ എഴുതി വെക്കാറില്ലേ? അതിന് പകരം എഴുതി വെക്കാവുന്നതാണ് സംഗച്ഛധ്വം. സംവദധ്വം, ഉള്ളു തുറന്ന് സംസാരിക്കുക. സംവോമനാംസി ജാനത, ഒരേ മനസ്സുള്ളവരായി തീരുക. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര ഉപാസനയായിട്ട് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്നത് പോലും ഈശ്വര ആരാധനയായിട്ട് ചെയ്യാം. ഗോപാലകൃഷ്ണൻ ഉറപ്പ് തരുന്നു, BP ടാബ്ലറ്റ് കഴിക്കേണ്ടി വരില്ല. BP ടാബ്ലറ്റ് നിങ്ങൾക്ക് കഴിക്കേണ്ടി വരില്ല. ഞാൻ അറിയാതെ പറയല്ല. ഞാൻ BP ടാബ്ലറ്റ് 60 മില്ലിഗ്രാം ടെൽമ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഹോമിയോപ്പതിയിലെ ഒരു വലിയ ബോട്ടിൽ വാങ്ങിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയ ഹോമിയോ മെഡിസിൻ. അതും ഇതും കഴിച്ചു. 60 ടെൽമ 40 ആക്കി, 40-ൽ നിന്ന് 20 ആക്കി. ഇപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു മരുന്നുമില്ല. എനിക്ക് വലിയ ടെൻഷനും ഇല്ല. ഞാൻ അങ്ങനോട്ട് ബോധർ ചെയ്യാറുമില്ല വലുതായിട്ടൊന്നും. ഞാൻ എന്തിനാ പറഞ്ഞറിയോ? ഈ വേദിക് മെസ്സേജ് ധന്യമായിട്ട് നടക്കാം. സംഗച്ഛധ്വം, ഉള്ളു തുറന്ന് സംസാരിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ, എന്താ ടെൻഷൻ അറിയാമോ? ഞാൻ പറയണത് കേൾക്കണില്ല. അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറയുന്നത് മുഴുവനും അവൾ കേട്ടോളണം. അവൾക്ക് വ്യക്തിത്വം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നതെല്ലാം അവൾ കേട്ടോളണം. സാമ്പാറിന് ഉപ്പിട്ടിട്ടില്ല, അവള് മനഃപൂർവ്വം ഉപ്പിടാത്തതാണ്. അകത്ത് അടുക്കളയിൽ ഉപ്പിട്ട് എടുത്തിട്ടൂടെ? ഇനി ഇവർ തന്നെ എടുത്തു തരണോ? ഞാൻ എന്താ പറഞ്ഞറിയോ? പരസ്പരം അറിയാതെ, പരസ്പരം
തെറ്റിദ്ധാരണയിലൂടെ പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. ശരിക്ക് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ സദസ്സിൽ, എൻ്റെ ഭാര്യയുടെ നക്ഷത്രം പൂരാടം, ഈശ്വരാനുഗ്രഹം കൊണ്ട് കർത്തവാവാം. എൻ്റെ നക്ഷത്രം തിരുവോണം, ഈശ്വരാനുഗ്രഹം കൊണ്ട് വെളുത്തവാവാം. അപ്പോൾ പൂരാടം, ഉത്രാടം, തിരുവോണം. മുന്നാളാണ് 33 കൊല്ലായി, വലിയ പ്രോബ്ലമൊന്നും ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. എൻ്റെ മകളുടെ വിവാഹം, ഞാൻ ജ്യോതിഷത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ആധികാരികമായിട്ട് പുസ്തകം എഴുതാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. 7 വർഷം ജ്യോതിഷം പഠിച്ചെഴുതിയതാണ്. പുസ്തകം പുറത്തുണ്ട്. എൻ്റെ മകളുടെ ജാതകം നോക്കിയിട്ടല്ല വിവാഹം. എന്താ ഫെബ്രുവരി 3-ാം തീയതി കല്യാണ മണ്ഡപം ഒഴിവുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ജ്യോത്സ്യനെ ചെന്ന് കണ്ട് ഫെബ്രുവരി 3-ാം തീയതി നല്ല സമയം എഴുതി തരാൻ പറയാൻ പോവാണ്. നല്ല ദിവസം എഴുതി തരാനൊന്നുമില്ല, കല്യാണ മണ്ഡപം 3-ാം തീയതി ഒഴിവുള്ളൂ, അതുകൊണ്ട് ഫെബ്രുവരി 3-ാം തീയതി നല്ല സമയം എഴുതി തരാൻ പറഞ്ഞു. അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ ഉടനെ തന്നെ പറഞ്ഞു, 8:30 നല്ല മുഹൂർത്തം. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, 8:30 എല്ലാവരും വരുമൊന്നുമില്ല, എന്നാൽ 10:30 നല്ല സമയമാണ്. അപ്പോൾ കുഴപ്പമില്ല, 10:30 നടത്തി. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരെ, ഞങ്ങൾ പൂണൂലിട്ട പാർട്ടീസാണ്, അപ്പോഴും പറയാറ്, ആരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, ഹിന്ദുവിനെ കല്യാണം കഴിക്കണം, അത് നിർബന്ധം. വെജിറ്റേറിയൻ ആയിരിക്കണം. ഈ 2 കണ്ടീഷനേ ഉള്ളൂ. വെജിറ്റേറിയൻ ആയിരിക്കണം. ഹിന്ദു. ജാതകം നോക്കൊണ്ട് വന്നു, നല്ല മനസ്സുണ്ടെങ്കിൽ ഉറപ്പാ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും. വേദം പറയുന്നു, സംഗച്ഛദ്വം സംവദത്വം. അല്ലാണ്ട് ചൊവ്വ ദോഷമുണ്ട്, ബുധന്റെ ദോഷമുണ്ട്, വക്രമുണ്ട്, 1.5% പ്രോബ്ലം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ജ്യോതിഷന്മാരെയാണ്. ഇതിനകത്ത് ജ്യോതിഷന്മാരുണ്ടാവും, എനിക്കറിയാം. ഞാനിവിടെ ജ്യോതിഷത്തിൻ്റെ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ ആ ജ്യോതിഷത്തിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഇന്ന് SMS കൊടുത്തിട്ടുണ്ട്. അവരിൽ ചിലരിവിടെ വന്നിട്ടുണ്ടാവും. ജ്യോതിഷം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. MBBS MD തെറ്റല്ല, സിവിൽ എഞ്ചിനീയറിംഗ് തെറ്റില്ല, പക്ഷെ ഉപയോഗിക്കുന്ന രീതി തെറ്റാണ്. അത് ഉപയോഗിക്കുന്ന രീതി തെറ്റാണ്. ആ തെറ്റിലാണ് നമ്മൾ ചെന്നപ്പെടുന്നത്. പക്ഷേ വേദം അതിഗംഭീരമായിട്ട് പറയുന്നു, വേദിക് മാനേജ്മെന്റ് ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ചങ്കൂറ്റത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാം, ചങ്കൂറ്റത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്കേ അത് സാധിക്കുള്ളൂ. ജാഗ്രത. ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുക, ഈ ഭൂമിയിൽ നമ്മൾ പെർമനന്റ് അല്ല, ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധമുണ്ടാവുക. അതാണ് ജാഗ്രത. ജഗത്തിൽ നിലനിൽക്കുന്നു എന്ന ബോധം, ഞാനിവിടെ പെർമനന്റ് അല്ല. പ്രാപ്യവരാൻ നിബോധത. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. ആ അറിവ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉപനിഷത്ത്. ഇപ്പൊ വേദങ്ങളും ഉപനിഷത്തുക്കളും ശുദ്ധ സയന്റിഫിക് ആയിട്ടുള്ളതാണ്. 2 രീതിയിൽ. ഒന്ന്, ആ മന്ത്രത്തിന്റെ ശബ്ദം തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കി നമ്മളെ നോർമലാക്കും. 2, അതിലെ ഓരോ സന്ദേശവും നിങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ഒരു 1% ജീവിതത്തിൽ പകർത്തിയാൽ ഈ ജീവിതം നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല, നിങ്ങൾക്ക് ആശുപത്രി പോവേണ്ടി വരില്ല. ഇന്നലെ വൈകുന്നേരം ഈ സമയത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളത്ത് ഞാൻ കണ്ടപ്പോൾ ഒരു 15-20 കല്യാണ സദ്യക്ക് പങ്കെടുക്കാനുള്ള ആൾക്കാർ അവിടെ ഉള്ളത്. 20. തൊട്ടപ്പുറത്ത് ഞാൻ വന്നത് വെൽ കെയർ ഹോസ്പിറ്റലിൽ നിന്നാണ്. വെൽ കെയർ ഹോസ്പിറ്റലിലേക്ക് അകത്തേക്ക് കയറാൻ പറ്റണില്ല. വെൽ കെയർ ഹോസ്പിറ്റലിലേക്ക് അകത്തേക്ക് കയറാൻ. വെൽ കെയർ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നത് അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്ന് നേരിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. എത്ര ആൾക്കാർ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നോക്കണം. എന്താ ഇവിടെ പറ്റിയിരിക്കുന്നതെന്നറിയാമോ? മോഡേൺ ആയിട്ടുള്ളതെല്ലാം നമ്മൾ എടുത്തു, പഴയതെല്ലാം വിട്ടും കളഞ്ഞു. പഴയതെല്ലാം ഒന്നും നമ്മുടെ കയ്യിലില്ല. അത് കളയുകയും ചെയ്തു, ഇതെടുക്കുകയും ചെയ്തു.
ഇതിൽ നന്മകളുണ്ട്, മോഡേൺ ആയിട്ടുള്ളതിൽ ധാരാളം നന്മകളുണ്ട്. ആ മോഡേൺ ആയിട്ടുള്ളതിൽ തിന്മകളുമുണ്ട്. ആ തിന്മകൾ മാറ്റാൻ നമ്മുടെ പഴയതിലെ നല്ലത് കൊണ്ട്, നന്മകൾ കൊണ്ട് സാധിക്കുമായിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മോഡേൺ ആയിട്ടുള്ള സർവ്വതും നിങ്ങൾ നിലനിർത്തണം. നിങ്ങളുടെ വീട്ടിൽ TV വേണം, ഇന്റർനെറ്റ് വേണം, നിങ്ങൾ യാത്രയ്ക്ക് പോകണം, നിങ്ങൾ ജോളിയായിട്ട് നല്ല ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ സിനിമ കാണണം. ഒന്നും വേണ്ടെന്ന് വെക്കരുത്. ഈ ലോകത്തിൽ ഇന്ന് ലഭ്യമായ നാളെ പ്രശ്നമുണ്ടാക്കാത്തത് എന്തായാലും ഇന്ന് അനുഭവിക്കണം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും നാളത്തെ ജീവിതത്തിന് പ്രശ്നമുണ്ടാക്കാത്തത് ഇന്ന് ചെയ്യണം. അത് ആസ്വദിക്കണം. ആസ്വദിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി നല്ല കഥകള്, നല്ല അനുഭവങ്ങള്, നല്ല ഉപദേശങ്ങള്, നല്ല മന്ത്രങ്ങള്, നല്ല രീതിയിൽ ജീവിത സത്യങ്ങള്, ഇതൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ഈ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയും. പറയാൻ പാടില്ലാത്ത ഒരു വരി ഞാൻ പറയാം. ഞാൻ ഇന്നലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ 2ാമത്തെ നിലയിലൂടെ ഇങ്ങനെ നടന്നു. 4 മണിക്ക് അത്ഭുതം തോന്നിയത്, കസേരയിൽ ഇരിക്കുന്നത് മുഴുവനും മുസ്ലിങ്ങളാണ്. ആ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മുസ്ലിങ്ങളുടെ ഹോസ്പിറ്റലല്ല, മുസ്ലിങ്ങളുടെ ഹോസ്പിറ്റലല്ല, ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ്. മുഴുവനും മുസ്ലിങ്ങളാണ്. എന്താ കാരണം അറിയോ? ഒന്ന്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് ഫുഡ്, രാത്രി അത്രയും ബീഫാണ്. ഈ ബീഫ് കഴിക്കാം. മുസ്ലിങ്ങൾ കൂടുതൽ ലിക്കർ കഴിക്കില്ല, കഴിക്കുന്നവരുണ്ട്. ഇവർ ബീഫ്. എനിക്ക് നിങ്ങളോട് പറയാം, ശവശരീരം തിന്നി ശരീരം വളർത്തല്ലേ. ഇതൊരു അഭ്യർത്ഥനയാണ്. 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ PhD എടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്ന നിലയിൽ പറയുന്നു, ഒരു ജീവിയുടെ ശവശരീരം ജീവനുള്ള ഈ ശരീരത്തിന് ചേരില്ല. അതുപോലെ തന്നെ മദ്യം ഒഴിവാക്കാം. ഈ ഉപദേശങ്ങൾ വേദമന്ത്രങ്ങളിലും ഉപനിഷത്തുക്കളിലുമുണ്ട്. ഈ ഉപദേശങ്ങളുണ്ട് അതിനകത്ത്. അപ്പോ പുതുമയുടെ 21ാം നൂറ്റാണ്ടിൽ ജഗദീശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പഴമയിലെ നന്മകളും കൂടി ഒന്ന് ചേർക്കാൻ സാധിച്ചാൽ ഗ്രന്ഥങ്ങളിലെ ശാസ്ത്രമായി. ഇനി അടുത്തത് മനസ്സിന് ആചാരങ്ങളിലെ ശാസ്ത്രം. കൂടുതൽ ഞാൻ പറയണില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, പ്യുവർ സയൻസ്. നല്ല കഥകൾ കേൾക്കുക, കേൾപ്പിക്കുക. നല്ല അനുഭവങ്ങൾ കേൾക്കുക, കേൾപ്പിക്കുക. നല്ല ഉപദേശങ്ങൾ കേൾക്കുക, കേൾപ്പിക്കുക. നല്ലത് ചെയ്ത മനുഷ്യരെ അഭിനന്ദിക്കുക, അനുമോദിക്കുക, ആശീർവദിക്കുക, ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് സാധിക്കും. ചിരിക്കാൻ പഠിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലത് ചെയ്താൽ, നീ ചെയ്തത് നന്നായിട്ടോ മോനെ, അമ്മയ്ക്ക് സന്തോഷമുണ്ട്. വേറെ വല്ലവരും ഇന്ന് ഇവിടെ ഭക്ഷണം കൊടുത്തു, ചായ നന്നായിട്ടുണ്ട്, ചായ നന്നായിട്ടുണ്ടെന്ന് പറയാനുള്ളൊരു മനസ്സ്. ഇത് സംഘടിപ്പിച്ച വ്യക്തികളോട് ഇത് സംഘടിപ്പിച്ച നന്നായിട്ടോ, അത് വായിക്കുന്ന വ്യക്തി ആരായാലും അവരോട് പറയാം, ഇപ്രാവശ്യം വായിച്ചത് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. ഇതുവരെ സാധാരണ നന്മകളെ അഭിനന്ദിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ ദുഃഖിക്കുന്നവരെ ഒന്ന് തലോടി ആശ്വസിപ്പിക്കുക. നല്ല കഥകൾ നിങ്ങൾ കേൾപ്പിക്കുക. നല്ല രീതിയിൽ ജീവിതാനുഭവങ്ങൾ, അബ്ദുൽ കലാമിന്റെ അനുഭവമോ എബ്രഹാം ലിങ്കന്റെയോ സോക്രട്ടീസിന്റെയോ ഹിറ്റ്ലറുടെ അനുഭവം കേട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ലവനോ ചീത്തവനോ എന്നുള്ളതല്ല, അനുഭവമാണ് ഇമ്പോർട്ടൻ്റ്. ആ അനുഭവം നമുക്ക് കേൾക്കാൻ സാധിക്കണം. പിന്നെ ഉപദേശങ്ങൾ, നല്ല ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം. മക്കളെ അത് തന്നെ കേട്ടുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല ഉപദേശങ്ങൾ കേൾക്കാം, ജീവിത സത്യങ്ങൾ കേൾക്കാം, മക്കളെ കേൾപ്പിക്കുക. അത് പ്യുവർ സൈക്കോളജിയാ. നമ്മുടെ മക്കളെ കേൾപ്പിക്കുക. ഈ അഭിനന്ദിക്കുമ്പൊക്കെ തലച്ചോറിനകത്ത് ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാവുകയാണ്. ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് സന്തോഷം പങ്കുവെക്കും തോറും കൂടും, പങ്കുവെക്കും തോറും സന്തോഷം കൂടും, പങ്കുവെക്കും തോറും ദുഃഖം കുറയും. പങ്കുവെക്കും തോറും സന്തോഷം കൂടും, പങ്കുവെക്കും തോറും ദുഃഖം
കുറയും. പങ്കുവെക്കും തോറും അനുകമ്പ, ദയ പരക്കും. കൂടുകയെന്ന് വെച്ചാൽ മുകളിലേക്ക്, കുറയാന്ന് വെച്ചാൽ താഴത്തേക്ക്. ഈ ദയ, അയ്യോ പാവം കണ്ടില്ലേ എന്തൊക്കെയാ അനുഭവിക്കണേ. അപ്പോ കേട്ടവനും ദുഃഖായി, അടുത്തിരുന്നവനും ദുഃഖായി. അയ്യോ അതിങ്ങനെ. അപ്പൊ തൊട്ടടുത്ത് സുഖമില്ലാണ്ട് കിടക്കുന്ന ഒരാൾ, അത് ശരി എന്നെക്കാളും വലിയ പ്രശ്നമാണല്ലേ ഇയാൾക്ക്, ഞാനതറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഈ പങ്കുവെക്കും തോറും അനുകമ്പ സ്പ്രെഡാവും. അപ്പൊ അനുകമ്പയെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ദയ അല്ല ഈ ലോകത്തിൽ ആർക്കും വേണ്ടത്. നിങ്ങളുടെ ദയ വേണ്ട, എൻകറേജ് ദം. ജീവിതത്തെ ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കാനായിട്ട് പഠിപ്പിക്കുക. ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കാനായിട്ട് പഠിപ്പിക്കുക. അപ്പോ അനുമോദിക്കുക, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക, കഥകൾ കേൾപ്പിക്കുക, അനുഭവങ്ങൾ കേൾപ്പിക്കുക. പിന്നെ പ്രാർത്ഥന. ഈ പ്രാർത്ഥിക്കുന്നതിനൊരു അർത്ഥമുണ്ട്. അർത്ഥമുള്ള പ്രാർത്ഥനയെ ചൊല്ലാം. ഞാൻ വാഷിങ്ടണിൽ ഒരു ഹിന്ദു സമ്മേളനത്തിന് പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു സ്ത്രീ രാവിലെ 6 മണിക്ക്, നല്ല തണുപ്പത്താ, വന്ന് പ്രാർത്ഥിക്കാൻ, ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഞാനിത് മുഴുവൻ കേട്ടോണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആ സ്ത്രീ പോകുമ്പോൾ വേറെ ആരുമില്ല. ഞാൻ ചോദിച്ചു, ഇത്രയും അധികം സ്വർണ്ണമാല കഴുത്തിൽ മേടത്തിൻ്റെ ഉണ്ട്, നല്ല അരപ്പട്ട സ്വർണത്തിൻ്റെ ഉണ്ട്, കാലിലും തറക്കേടില്ലാത്ത അത്രയും സ്വർണത്തിൻ്റെ ഒരു ചെയിനുണ്ട്, തലമുടിയെ കണക്ട് ചെയ്തുകൊണ്ട് ഗുജറാത്തികൾ ഇടുന്ന മാതിരി സ്വർണ്ണ ചെയിനുണ്ട്. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത് നരകമാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് നിങ്ങൾ എവിടേക്കാ കര കയറ്റുക? ഈ നരകത്തിൽ നിന്ന് കര കയറ്റി അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പ്രയോഗമാണോ അത്? അല്ല. അങ്ങനെ പ്രയോഗിക്കല്ലേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഓർമ്മിക്കാം, പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. ചൈതന്യവത്തായി നിങ്ങൾ ഈശ്വരന്റെ മുമ്പില് ജഗന്നിവാസ കരുണാമുരാരേ മുകുന്ദ ഭക്ത പ്രിയ വാസുദേവ, വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരേണമെന്റെ ഗുരുവായൂരപ്പ. ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ. ഇപ്പൊ രോഗമില്ലാത്ത എന്റെ രോഗം മാറ്റണേന്നല്ല, ഫ്യൂച്ചർ ടെൻസാ. അർത്ഥം മനസ്സിലായോ? വരുന്ന രോഗങ്ങൾ. എന്ത് കണ്ടീഷണൽ പ്രാർത്ഥനയാ. ആ എഴുതിയ ആൾക്ക്, അയാൾ ഏതായാലും നല്ല പാർട്ടിയാണ്, എനിക്ക് സന്തോഷം തോന്നി. ആ വരി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രാർത്ഥന. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാവണം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം. നല്ല വരിയല്ലേ ഇത്? നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ജീവിതത്തെ ധന്യമാക്കാനാണ്, അല്ലേ? അതാണ് പ്രാർത്ഥന. അപ്പോ നല്ല കഥകൾ കേൾക്കണം, അനുഭവങ്ങൾ കേൾക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, അമ്പലത്തിലേക്ക് പോകണം, നന്മകളിൽ പങ്കെടുക്കണം, തിന്മകള് കഴിയുന്നത് കേൾക്കുന്നത് ഒഴിവാക്കുക, കാണുന്നത് ഒഴിവാക്കുക, ചർച്ച ചെയ്യുന്ന ഒഴിവാക്കുക. എന്തെങ്കിലും തിന്മകൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ BP എന്തിനാ കൂട്ടാൻ പോണത്? സരിത നായർ ശരിയല്ല കേട്ടോ, അതിൻ്റെ അർത്ഥം ഈ അമ്മച്ചി ശരിയാണെന്നല്ലേ? ആരാ ഇവർക്ക് ശരിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാ? എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പോണം? ഇവര് മൂകാംബിക ക്ഷേത്രത്തിൽ പോയാൽ ഒരാൾ ഒപ്പ് വാങ്ങിക്കാൻ വരില്ല. സരിത നായർ പോയപ്പോൾ എല്ലാവരും ഒപ്പ് വാങ്ങിക്കാൻ വന്നു. അപ്പൊ ഇവരാണോ വേദം, അവരാണോ വേദം? ഞാൻ കമ്പയർ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഒഴിവാക്കിയേക്കണം, ഡിസ്കഷനിൽ നിന്ന് ഒഴിവാക്കിയേക്കണം. അപ്പൊ നമ്മുടെ മനസ്സിന് എന്ത് രസാറിയോ? നമ്മൾ പരദൂഷണം പറയുന്നതിനനുസരിച്ച് നമ്മളുടെ മെന്റൽ സ്റ്റെബിലിറ്റി കുറയുകയാണ്. ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യാണ് ശരീരത്തിൽ. ഞാൻ സയൻസാ പറഞ്ഞു, ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ്. അപ്പോൾ മനസ്സിന് നന്മ വരുത്തുന്നത് നല്ല സയൻസ്, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങളിൽ അത് സയൻസാ. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടന്ന തലച്ചോറിൽ ഓക്സിജൻ കിട്ടില്ല. സിമ്പിളാ. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം, തലച്ചോറ് ആക്റ്റീവ് ആവും. 17%. 5:30 മുമ്പ് എഴുന്നേൽക്കണം. ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയം. കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണം.
അപ്പൊ ഭാരതീയ ശാസ്ത്ര പൈതൃകം എന്ന് പറയുമ്പോൾ ഈ ആചാരങ്ങളിലുള്ള ശാസ്ത്രം ഈ ലോകത്തിലെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എഴുന്നേറ്റ് കിടക്കയിലിരിക്കണം, ഒരു 30 സെക്കൻഡ് ഇരിക്കണം. എന്തിനായിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബോഡി വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിനുണ്ടാവുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ. ആ കിടക്കയിൽ ഇരിക്കണം എന്നുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറഞ്ഞിരിക്കുന്നതാ. അപ്പൊ പിന്നെ അതിന് സയൻസ് ഉണ്ട്. ഭൂമി തൊട്ട് തലയിൽ വെക്കണമെങ്കിൽ വെക്കാൻ, ഭൂമി തൊടുക. കാലില് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോ ഇത് മരമാണെന്ന് തോന്നുന്നു, എൻ്റെ കാലിന് വേദനയില്ല. നിങ്ങൾ നിലത്ത് കാല് വെച്ചിരിക്കുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ കാല് വലിക്കാൻ തുടങ്ങും, ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ. എന്താ കാരണം? ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്തു പോവാണ്. ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്തു പോകുമ്പോൾ പുറം വേദന, ശരീരത്തെ തളർച്ച ഉണ്ടാവും. ഈ ഊണ് കഴിക്കുമ്പോൾ ആവണപ്പലകയിലിരിക്കണം, പന്തിപ്പായയിലിരിക്കണം എന്ന് പറയുന്നതിന് സയൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആചാരങ്ങളിൽ ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ കുറേ ഉണ്ട്. പിന്നെ കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആന്ത്രപ്പോളജിക്കൽ, സോഷ്യോളജിക്കൽ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ സയൻസ് കുടുംബ ബന്ധം ഒരുമിച്ച് കൊണ്ടുവരിക. ജാതകർമ്മം നടത്തുക, അന്നപ്രാശനം നടത്തുക, നാമകരണം നടത്തുക, നിഷ്ക്രമണം നടത്തുക. അതിൻ്റെ ഒക്കെ പുറകിൽ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ആ കുട്ടിയും അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ ആ കുട്ടി അമ്മയെ തിരിച്ചറിയുമ്പോൾ അമ്മയുടെ അടുത്തുള്ള ആ കുട്ടിയുടെ അറ്റാച്ച്മെന്റും ബോണ്ടേജും മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റും നോക്കുക. മറ്റാര് കൈ നീട്ടിയാലും അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കും ആ കുട്ടി. കാരണം അമ്മയുടെ എല്ലാമാണ് ആ കുട്ടി, ആ കുട്ടിയുടെ എല്ലാമാണ് അമ്മ. അതെങ്ങനെയുണ്ടായത്? സംസ്കാരത്തിലൂടെ ഉണ്ടായി. അതാണ് നമ്മൾ ഷോഡശ സംസ്കാരം. ഷോഡശ സംസ്കാരങ്ങൾ മുഴുവനും സൈക്കോളജിക്കൽ റിലേഷൻ ബിൽഡിംഗ് ആണ്. അത് എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഗുരുവായൂരിൽ ചെന്നിട്ട് വെറുതെ ചോറ് കൊടുക്കുന്നു, വരുന്നു, മോശമല്ല. പക്ഷെ കുറച്ചുകൂടി ചടങ്ങുകളുണ്ട് അതിന്. ആ ചടങ്ങുകൾ കൂടി ചെയ്താൽ ആ കുട്ടിയുടെ മനസ്സിൽ അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കളുടെയും ചിത്രം, ഇംപ്രഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നോക്കാം, നമ്മൾ ധാരാളം വീട്ടിനകത്ത് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം. ആ MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മയും അമ്മൂമ്മയും എനിക്ക് പറഞ്ഞു തന്ന കഥകളും ആ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും അനുഭവങ്ങളുമാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ആ അമ്മയും അമ്മൂമ്മയും അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഡോക്ടർ MT വാസുദേവൻ നായരാവില്ല, ജ്ഞാനപീഠം അവാർഡ് വിന്നർ ആയിത്തീരില്ല. ഇപ്പോ ഒരു സാധാരണ മനുഷ്യനെ ജ്ഞാനപീഠം അവാർഡ് വിന്നറാക്കി മാറ്റിയത് അമ്മയും അമ്മൂമ്മയും പറഞ്ഞു കൊടുത്ത കഥകളാണെങ്കിൽ അവർ കടപ്പെട്ടിരിക്കുന്നത് അവരോട്. ആ അമ്മ എന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളോടും പലരോടും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അച്ഛനേക്കാൾ മഹത്വം അമ്മയ്ക്കാണ്, ഭർത്താവിനേക്കാൾ മഹത്വം ഭാര്യയ്ക്കാണ്, സഹോദരനേക്കാൾ മഹത്വം സഹോദരിക്കാണ്, അതുപോലെ മകനേക്കാൾ മഹത്വം മകൾക്കാണ്. കാരണം സ്ത്രീ ജന്മം അത് എന്ത് വേദനകളും എടുത്ത് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ജന്മമാണ്. ഭാരതത്തിൽ പ്രത്യേകിച്ചും നിങ്ങളൊന്ന് നോക്കിക്കോളാം, ഭാര്യയും ഭർത്താവും, ചെറിയ കുട്ടി ഭർത്താവിൻ്റെ മടിയിൽ ടോയ്ലറ്റിന് പോയി വിചാരിക്കാം. ഭർത്താവിൻ്റെ മടിയിൽ ആ കുട്ടി മലവിസർജനം നടത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യും? ആ കുട്ടിയെ അതേപോലെ എടുത്തിട്ട് അയ്യേ എന്ന് പറഞ്ഞ് ഭാര്യയുടെ കൈ കൊണ്ട് കൊടുക്കും. ഭാര്യയ്ക്ക് അത് ഒരു പ്രശ്നമില്ല, ആ കുട്ടിയുടെ അമ്മയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല. കുട്ടിയുടെ അമ്മ പലപ്പോഴും വിഷമിക്കുന്നത് കുട്ടി 2 ദിവസമായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതില്ല. അച്ഛൻ സന്തോഷിക്കുന്നത് ഇത് ഈ ജീവിതത്തിൽ പോകരുതെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അമ്മയുടെ ദുഃഖവും അച്ഛൻ്റെ ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അമ്മയ്ക്ക് അമ്മയുടെ സാരിയിൽ ആ കുട്ടി മൂത്രമൊഴിച്ചാലും മലവിസർജനം അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അമ്മയുടെ ജന്മം കുട്ടിക്ക് വേണ്ടിയാ. ആ കുട്ടിയുടെ ചിരിയിലാണ് അമ്മ സ്വർഗത്തെ കണ്ടെത്തുന്നത്. ആ കുട്ടിയെ വാരി പുണരുമ്പോഴും ആ കുട്ടി ചിരിക്കുമ്പോഴും അത് പിച്ച വെച്ച് നടക്കുമ്പോഴും അച്ഛനേക്കാൾ എത്രയോ ഗംഭീരമായിട്ട് സന്തോഷിക്കുന്നത് അമ്മയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ?
കുടുംബ ബന്ധത്തിൽ അമ്മയുടെ മഹത്വം പ്യുവർ സയൻസാണ്. പ്യുവർ സയൻസ് ആണെന്ന് പറയാനാണ്. ആ അമ്മ നന്നായാൽ കുട്ടികൾ നന്നാവാതിരിക്കില്ല. പണ്ടുള്ളവർ സ്ത്രീകളോട് ജോലിക്ക് പോവരുതെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ MBA പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുള്ളത്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ വേൾഡ്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഷെയർ ബിസിനസ് അല്ല, FD അല്ല, റിയൽ എസ്റ്റേറ്റ് അല്ല, എന്തെങ്കിലും വാങ്ങിച്ച് കച്ചവടം നടത്തലല്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് അവനവന്റെ മക്കൾക്ക് വേണ്ടി സമയം, ഊർജം, സമ്പത്ത് ചെലവാക്കലാണ്. ഇത് പുതിയ തിയറിയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ടൈം, എനർജി ആൻഡ് മണി അത് ചെലവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ കുട്ടിയുടെ ജീവിതാന്ത്യം വരെയും, മാതാപിതാക്കളുടെ ജീവിതാന്ത്യം വരെയും, ആ കുടുംബത്തിലെ പലരുടെയും ജീവിതാന്ത്യം വരെയും ഈ കുട്ടി ആ കുടുംബത്തിന്റെ വിളക്കായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവര് സ്ത്രീകൾ ജോലിക്ക് പോകണമെന്നില്ല. അതിന്റെ അർത്ഥം പോവരുതെന്നൊന്നുമല്ല. മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യത്തില് 41 സെക്രട്ടറിമാര്, 41 ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിമാരുണ്ടായിരുന്നതിൽ 27 ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിമാര് സ്ത്രീകളായിരുന്നു. ഗവൺമെന്റ് സെക്രട്ടറിമാരെ IAS അതേപോലെ ഇന്നത്തെക്കാളും കൂടുതലുണ്ടെന്ന്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാല്, നമ്മളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ ശാസ്ത്രമുണ്ട്. നെറ്റിയിൽ ചന്ദനം തൊടുക പ്യുവർ സയൻസാണ്. നല്ല ചന്ദനമാണെങ്കിൽ അതിലെ ഔഷധ ഗുണം തലച്ചോറിനെ ബാധിക്കും. നെറ്റിയിൽ കുങ്കുമം തൊടുക, നല്ല കുങ്കുമമാണെങ്കിൽ, സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പ്രയോജനമില്ല. കുങ്കുമം തൊടണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയില്ല കേട്ടോ. കാരണം നല്ല വിയർപ്പാണ്, അതിങ്ങനെ ഒഴുകി വരുമ്പോൾ മുഖം മുഴുവൻ വൃത്തികേടാണ്. ഞാൻ തൊടണമെന്ന് പറയില്ല. തൊടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. മൈൽഡ് ഡോസ് അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തെ ബാധിക്കും, പോസിറ്റീവായിട്ട് ബാധിക്കും. ചെവിയിൽ തുളസി വെക്കുന്നതിൽ ഒരു സയൻസ് ഉണ്ട്. തുളസിയിലെ ഔഷധ ഗുണം ചെവിയുടെ സ്കിന്നിലൂടെ അകത്തേക്ക് വലിച്ചെടുക്കും. എണ്ണ തേച്ച് കുളിക്കുന്നതിൽ ഒരു സയൻസ് ഉണ്ട്. ഈ ലിപ്പോ പ്രോട്ടീൻ പ്രൊട്ടക്ട് ചെയ്യും. ആഴ്ചയിൽ ഒരിക്കൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുന്നതിൽ ഒരു സയൻസ് ഉണ്ട്. എന്താണ്? ജീവിതത്തിൽ അനീമിയ എന്ന അസുഖം ഉണ്ടാവില്ല. അനീമിയ ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരിക്കൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ. സൂര്യ നമസ്കാരം ചെയ്താൽ ശരീരത്തിലെ 186 മൂവബിൾ ജോയിന്റും 207 ടോട്ടൽ ജോയിന്റുകളും ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാവും. ജലപാനവ്രതം കഴിച്ചാൽ ബ്ലഡ് 5-6 ലിറ്റർ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ ജലപാനവ്രതം ഏറ്റവും നല്ലതാണ്. 15 ദിവസത്തിൽ ഒരിക്കൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഇൻഡസ്റ്റൈൻ 22 അടി നീളമുള്ള ഇൻഡസ്റ്റൈൻ ക്ലീൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് സാധിക്കും. ഏത് ആചാരം വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. ഈ കോഴിയെ അറക്കല്, ആടിനെ അറക്കല്, മത്സ്യം നിവേദിക്കല്, കള്ള് നിവേദിക്കല്, അശ്ലീലപ്പാട്ട്, വെടിക്കെട്ട്, ആന, വിഭവ സമൃദ്ധമായ സദ്യ, ഇത് പലതും ദുരാചാരവും ചിലത് അനാചാരവും. വെടിക്കെട്ട് ദുരാചാരമാണ്. വെടിക്കെട്ട് അന്തരീക്ഷത്തിൽ സെലീനിയം എന്ന കോമ്പൗണ്ട് അടിച്ചു കയറ്റുക. കേരളത്തിൽ ക്യാൻസർ അത്രയും കൂടാൻ കാരണം ഒന്ന് അമ്പലത്തിലെ വെടിക്കെട്ടാ, ഒരു സംശയമില്ല. ഏത് കോടതിയിലും പറയാൻ തയ്യാറാ. ആരാ പറഞ്ഞ വെടിക്കെട്ട്? പണ്ട് വെടിക്കെട്ട് ഇല്ലായിരുന്നു. ഈ വെടിക്കെട്ട് കയറ്റി തൃശ്ശൂർ പൂരത്തിന് എത്രയാ വെടിക്കെട്ട്? ആ പുക എവിടേക്കാ പോണത്? കുറച്ചെങ്കിലും ശ്വാസകോശത്തിലൂടെ അകത്തേക്ക് കയറാതിരിക്കില്ല. അത് മതി, സെലീനിയം അകത്തേക്ക് കയറിയാൽ മതി ക്യാൻസർ ഉണ്ടാവാൻ. ദുരാചാരം, അശ്ലീലപ്പാട്ട് ചില അമ്പലങ്ങളിൽ, അത് ദുരാചാരമാണ്. നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ പവിത്രമായിരിക്കണ്ടേ? അപ്പോ ദുരാചാരങ്ങൾ ഒരു 5-6 എണ്ണം മാറ്റിവെച്ചാൽ ബാക്കി സദാചാരത്തിൽ നല്ല സയൻസ് ഉണ്ട്. അപ്പോ ശരീരത്തിനും സമൂഹത്തിനും നന്മ വരുത്തുന്ന ആചാരങ്ങൾ. ഇന്ന് മോഡിയുടെ പ്രഭാഷണം ഉച്ചയ്ക്ക് കേട്ടു. ഉച്ചയ്ക്ക് പ്രവാസി ദിവസം. മഹാത്മാഗാന്ധി 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് വന്നത് ജനുവരി 8-ാം തീയതിയാണ്. ജനുവരി 8-ാം, ഇന്ന് ജനുവരി 8-ആണ്. അപ്പം ആ ദിവസത്തിനോടനുബന്ധിച്ച് പ്രവാസി ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയായിരുന്നു. മൊറീഷ്യസിൽ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ഹിന്ദുക്കൾ. ഒരു കുളം. ആ കുളത്തിൽ എല്ലാ വർഷവും
ആ മൊറീഷ്യസിലെ 11 ആൾക്കാര് ഋഷികേശിലും ഹരിദ്വാറിലും വന്ന് 11 കുടം ഗംഗാവെള്ളം എടുത്ത് ഈ മൊറീഷ്യസില് ഈ കുളത്തിലൊഴിക്കും. ആ കുളം ഗംഗാജലമാണെന്ന് സങ്കല്പിച്ച് 8.5-9 ലക്ഷം ഹിന്ദുക്കള് ശിവരാത്രിക്ക് ആ കുളത്തിന്റെ ചുറ്റും കൂടും. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ എത്ര ഗംഭീരമായിട്ടാണ് ആ 11 കുടം ഗംഗാവെള്ളത്തിന് സാധിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ വന്നത് സിംഗപ്പൂരിൽ പോയപ്പോ ആ സിംഗപ്പൂരിൽ ഈ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും വരും. എല്ലാവരും പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യാൻ വരും. ദീപാവലിക്ക് ചൈനക്കാരുൾപ്പെടെ ദീപാവലിക്ക് സിംഗപ്പൂരിൽ ഒരുമിച്ച് ചേരും. അപ്പോ ഒരു രാഷ്ട്രത്തിലെ ജനത ഒരുമിച്ച് വരാൻ, സമൂഹത്തിലുള്ളവർ ഒരുമിച്ച് വരാൻ നമുക്ക് വേറെ ഏത് വഴിയാ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കാം. കേരളത്തിൽ ഓണം സെലിബ്രേഷൻ ഇല്ല എന്ന് വിചാരിക്കാം. ഓണം സെലിബ്രേഷൻ ഇല്ല, ദീപാവലി ഇല്ല, വിനായക ചതുർത്ഥി ഇല്ല, ജന്മാഷ്ടമി ഇല്ല എന്ന് വിചാരിക്കാം. എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? നമ്മൾ തമ്മിൽ പരസ്പരം ആഘോഷിക്കുകയില്ല. അപ്പോ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും സമൂഹത്തിന്റെ ഐക്യത്തിനുമുള്ള ആചാരങ്ങൾ മുഴുവനും ഐക്യം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകും. അപ്പൊ ആചാരങ്ങളിൽ ശാസ്ത്രമുണ്ട്. ഇനി ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോ ശുദ്ധശാസ്ത്രമുണ്ട്, പ്യുവർ സയൻസ്. വെറുതെ ആലോചിച്ചൊക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? AD 600 ഉണ്ടാക്കിയതാണ്. ഇന്നും ഒരു വര അതിലില്ല. എങ്ങനെയാ കരിങ്കല്ല് കട്ട് ചെയ്തത്? ആ ഒരു കരിങ്കല്ലിന്റെ പുറത്ത് മറ്റേ കരിങ്കല്ല് എങ്ങനെയാ വെച്ചത്? അതെങ്ങനെയാ ഈ ഗോപുരത്തിന്റെ ഷേപ്പായത്? ആംഗിള് പെർഫെക്റ്റ് ആണ്, അത് അനക്കാൻ പറ്റില്ല. മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ നിഴല് ഭൂമി തൊടില്ല. ആ ഗോപുരത്തിന്റെ നിഴല് ഭൂമി തൊടില്ല. അതാണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. മാർച്ച് 21, സെപ്റ്റംബർ 21 2 ദിവസവും നിങ്ങൾ കിഴക്കേ കോട്ടയിൽ വന്ന് നിൽക്കാം. കിഴക്കേ കോട്ടയിൽ നിന്ന് വൈകുന്നേരം 3:30 മണിക്ക് പടിഞ്ഞാട്ട് നോക്കാം. കിഴക്കേ കോട്ടയിൽ മാർച്ച് 21 സെപ്റ്റംബർ 21 നോക്കാം. ആ ഗോപുരത്തിന്റെ 5 വാതിൽക്കൽ കൂടി സൂര്യൻ ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. 5 വാതിൽക്കൽ കൂടി ഇറങ്ങുന്ന കാണാൻ സാധിക്കും. അടുത്ത ദിവസമോ പിന്നത്തെ ദിവസമോ സൂര്യനെ അതിൽ കൂടെ ഇറങ്ങുന്ന കാണാൻ സാധിക്കില്ല. അപ്പോൾ ഭൂമധ്യ രേഖയിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഈ 2 ദിവസങ്ങളിൽ സൂര്യനെ കാണാൻ പാകത്തിനാണ് ആ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത്. 960 ടൺ ഭാരമുള്ള ഒറ്റക്കൽ മണ്ഡപം കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്നത് എങ്ങനെയാന്ന് നോക്കാം. ആ ഗോപുരത്തിന്റെ നടപ്പന്തല് 23 അടി നീളമുള്ള കരിങ്കല്ല് കൊണ്ടാണ് 2.25 കിലോമീറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് എത്ര ഗംഭീരാണെന്ന് നോക്കാം. ഡൽഹി അയേൺ പില്ലർ, അതുപോലെ തന്നെ കാഞ്ചീപുരം സാരി BC 600 മുതൽക്ക് കാഞ്ചീപുരം സാരി എക്സ്പോർട്ട് ചെയ്തിരുന്നു ഭാരതത്തില്. BC 600 മുതൽക്ക് കാഞ്ചീപുരം സാരി നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു. എത്ര കാര്യങ്ങളാണ് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് ഭാരതത്തിലുണ്ടായിരുന്നത്. എന്നെങ്കിലും ഒരു ദിവസം താല്പര്യം ഉണ്ടെങ്കിൽ ആ വിഷയം മാത്രം എടുക്കണം. പക്ഷേ അത് ബോറിങ്ങാണ്, ശരിക്കും ബോറിങ്ങാണ്. ഒരെണ്ണത്തിന് ശേഷം അടുത്തത് പറയുമ്പോൾ ഇത് കൂടാതെ നല്ല ഗണിതശാസ്ത്രം, ഇതിൽ മാത്തമാറ്റിക്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഈ ഗണിതശാസ്ത്രത്തിലെ സർ ഐസക് ന്യൂട്ടണും ല്യൂളറും ലെബനിറ്റ്സും കെപ്ലയറും കണ്ടുപിടിച്ചു എന്ന് പറയുന്ന തിയറം, അത് മുഴുവനും തിരൂര് ശങ്കരവർമ്മൻ, തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി, ആലത്തിയൂർ പുതുമന സോമയാജി, ഇത് 3 മലപ്പുറത്തെ തിരൂരിന് ചുറ്റുള്ള സ്ഥലമാണ്. തിരൂരിൽ നിന്ന് നടന്നു പോയാൽ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ വീട് കാണാം. ഇത്തിരി ഇങ്ങോട്ട് മാറിയാൽ തിരൂർ ശങ്കരവർമ്മന്റെ കാണാം. തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി, ആലത്തിയൂർ പുതുമന സോമയാജി, ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവാചാര്യര്. ഇവര് കണ്ടുപിടിച്ച മാത്തമാറ്റിക്സും അസ്ട്രോണമിയും അതേപോലെ ഞാൻ കമ്പൈൽ ചെയ്തു 2002 ആ പുസ്തകം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്തപ്പോഴാണ്
ഇന്ത്യയിൽ ആദ്യമായിട്ട് 1947 ശേഷം ഒരു സയന്റിസ്റ്റിന് ഡീലിറ്റ് ബിരുദം, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബിരുദം കിട്ടുന്നത് എനിക്ക് ആ പുസ്തകത്തിനാണ്. വേറെ സയന്റിസ്റ്റുമാർക്ക് ഡീലിറ്റ് കൊടുക്കാറില്ല, സയന്റിസ്റ്റുമാർക്ക് ഡീലിറ്റ് കൊടുക്കാറില്ല. ഈ പുസ്തകത്തിനാണ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ കിട്ടിയത്. അത്രയും ഗംഭീരമായിട്ടുള്ള മാത്തമാറ്റിക്സിലെ സയൻസ്, മെറ്റലർജിക്കൽ സയൻസ്, ഗ്രാനൈറ്റ് ബേസ്ഡ് സിവിൽ എഞ്ചിനീയറിംഗ് സയൻസ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ശാസ്ത്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ അവകാശികളാണ് ഞാനും നിങ്ങളും. നിർഭാഗ്യവശാൽ നമുക്ക് അറിഞ്ഞൂടാ. ഇന്നലെ 102ാം ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ 2 പേര് വിമാനശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കുന്നു എന്നാണ് കേട്ടത്. അതായത് ഇല്ലാത്ത വിമാനം ഈ പുരാണത്തിലുള്ള വിമാനത്തേക്ക് എടുത്ത് എന്തിനാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടേക്ക് കയറുന്നതിന് 5 മിനിറ്റ് മുമ്പ് ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വിളിച്ചിരുന്നു എന്നെ. അപ്പോൾ സാറിൻ്റെ ഒരു മെസ്സേജ് വേണം സംസ്കൃതത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച്. ഞാൻ അപ്പം തന്നെ മൊബൈലിലൂടെ പറഞ്ഞു കൊടുത്തു, റെക്കോർഡ് ചെയ്തു. അത് നാളെയോ മറ്റന്നാളോ അത് ആൾ ഇന്ത്യ റേഡിയോയിലൂടെ വരും. നമ്മളുടെ വിമാനത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, ദേശാന്തരം യദ്ധ ലോകാന്തരം തഥാ ദ്വീപാന്തരം ചെയ്വ യോ അംബരേ ഗന്തുമർഹതി സ വിമാന ഇതി പ്രോക്ത ഭേദശാസ്ത്രവിദാംബരൈഹി. വിമാനതന്ത്രം എന്ന പുസ്തകത്തിലെ വരിയാണത്. അത് പുരാണത്തിന്റെ ഭാഗമല്ല, ഇതിഹാസത്തിന്റെ ഭാഗമല്ല, വേദത്തിന്റെ ഭാഗമല്ല, ഉപനിഷത്തിന്റെ ഭാഗമല്ല, ഇൻഡിപെൻഡന്റ് പുസ്തകമാണ്. ഭൂമി ഉരുണ്ടതാണ്, മൃജ്ജലശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. ഭൂമി കറങ്ങുന്നു, പ്രാണേനൈതി കലാംബൂഹു ഭ്രമയതി. ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു. ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത. എല്ലാ അറിവുകളും ഈ നാട്ടിലുള്ളത് അതേപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. IIT ചെന്നൈയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഒരു പുസ്തകവും ഇല്ലാതെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ സംസ്കൃതത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് കാവ്യവൽക്കരണമായി, വർഗീയമായി, ബാക്കി ഒന്നും വർഗീയമല്ല. പത്തനംതിട്ടയിലെ CPM-ന്റെ മീറ്റിങ്ങിൽ പള്ളിയിലച്ഛൻ ഇരിക്കുമ്പോൾ വർഗീയമല്ല. കർദിനാളിന് ഈ VS അച്യുതാനന്ദൻ സാറും പിണറായി വിജയൻ സാറും ബൊക്കെയും സ്വീകരണവും കൊടുത്തത് വർഗീയമല്ല. അതുപോലെ ഈ മറ്റു മതസ്ഥര് എന്ത് ചെയ്യുമ്പോഴും വർഗീയമല്ല. ഇവിടെ ഹിന്ദു ധർമ്മത്തില്, സംസ്കൃതത്തില്, നമ്മുടെ ശുദ്ധശാസ്ത്ര ഗ്രന്ഥത്തില് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മളിൽ ചിലരാണ് അതിനെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത്. ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ നാട്ടിൽ ശാസ്ത്രമില്ലെങ്കിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം ആർക്കും ഇല്ല. ഉള്ളത് പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഉറക്ക പറയുന്നവരും ഒടുക്കം നിർത്തുന്നവരും ഒന്നും അറിയാത്തവരും ജയിക്കുന്നത് കേരളത്തിലാണ്. ഉറക്ക പറയുന്നവരും ഒടുക്കം നിർത്തുന്നവരും ഒന്നും അറിയാത്തവരും ജയിക്കുന്നത് കേരളത്തിലാണ്. ഞാൻ വിശ്വസിക്കാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ കേൾക്കാത്തതും എല്ലാം അന്ധവിശ്വാസവും ദുരാചാരവുമാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്കറിയാം. ഇപ്പൊ ഫ്രാൻസില് ഇന്നലെ 3-4 പേര് വധിക്കപ്പെട്ടു. എന്തിനാ വധിക്കപ്പെട്ടത്? മുഹമ്മദ് നബിയുടെ ചിത്രം വിചിത്രമായിട്ട് വരച്ചതിന്. ഈ MF ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി സീതാദേവിയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും ഭാരതമാതാവിന്റെയും സരസ്വതിയുടെയും ചിത്രം വിചിത്രമായിട്ട് വരച്ചപ്പോ, നഗ്നമായിട്ട് വരച്ചപ്പോൾ, അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് വർഗീയവാദമായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? വിഷയത്തിൽ നിന്ന് മാറിയതല്ല. നമ്മളുടെ പൈതൃകത്തെ, അത് ശുദ്ധശാസ്ത്രത്തിന്റെ പൈതൃകം, ഏത് പൈതൃകവും അഭിമാനത്തോടുകൂടി ശരിയായിട്ടുള്ളത് സ്വീകരിക്കാനും തെറ്റായിട്ടുള്ളത് വ്യാഖ്യാനിച്ച്
ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയുന്നത് നിരാകരിക്കാനും തിരസ്കരിക്കാനും നമ്മളിൽ കുറേ പേർക്കെങ്കിലും സാധിക്കണം. തെളിയിക്കുന്നത് വരെ അത് സയൻസ് അല്ല എന്നുള്ളതിനേക്കാൾ ഉപരി സയൻസ് ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് ഭാരതീയൻ എന്നുള്ള നിലയിൽ ആത്മാഭിമാനത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മകൾ അത് നന്മകളാണെങ്കിൽ സ്വീകരിക്കാനും തിന്മകളാണെങ്കിൽ തിരസ്കരിക്കാനും കുറവുകളുണ്ടെങ്കിൽ നികത്താനും കൂടുതലുകളുണ്ടെങ്കിൽ എല്ലാവർക്കുമായി പങ്കുവെക്കാനും സാധിക്കുമ്പോഴാണ് ഭാരതം എന്ന രാഷ്ട്രം ലോകം അംഗീകരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആര് നിഷേധിച്ചാലും പുച്ഛിച്ചാലും അവഹേളിച്ചാലും സനാതനധർമ്മം ഹിന്ദുധർമ്മം ഒരസാധാരണമായ വിധത്തില് തിരിച്ചു വരവിൻ്റെ വഴിയിലാണ്. അങ്ങനെ സിംഗപ്പൂരിൽ കണ്ട കാഴ്ച, ഓരോരുത്തരും അഭിമാനത്തോടുകൂടി ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നൊരു കാഴ്ച. കുറച്ചു കാലം മുമ്പ് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഇന്ന് അമേരിക്കക്കാരൻ്റെ ഇന്ത്യക്കാരൻ അമേരിക്കയിലുള്ള അയാളുടെ മുഖത്ത് കാണുന്ന ആത്മവിശ്വാസം പണ്ടത്തെ മാതിരി ഹിന്ദുവിനെ അവഹേളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ലോകത്തിന് സംഭാവന ചെയ്ത ആ ഹൈന്ദവ ഋഷിവര്യന്മാരുടെ അനുയായികളാണ് നമ്മൾ. ഹൈന്ദവ ജനതയുടെ ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെന്ന് ബോധ്യപ്പെടാനും നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗ്രന്ഥങ്ങളിൽ ശാസ്ത്രമുണ്ട്, ആചാരങ്ങളിൽ ശാസ്ത്രമുണ്ട്, ശുദ്ധശാസ്ത്രം നമ്മുടെ രാഷ്ട്രത്തിൽ ധാരാളമുണ്ട്. ഇതിലെ ഒന്ന് മുകളിലൂടെ ഞാൻ പോയത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ധന്യമായി വേദിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.